നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കേന്ദ്രമായ CBCAയിൽ വരുന്നത് ആദ്യമായാണ്. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം പ്രധാനമന്ത്രി വന്നിരിക്കുന്നു. കത്തോലിക്ക സഭാ ബിഷപ്പുമാരോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ വന്ന മോദിയെ സ്വീകരിച്ച് CBCA പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ വാക്കുകൾ. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലെ അക്രമങ്ങളെ അടക്കം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ പ്രസംഗം. കേരളത്തിൽ പോലും ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘപരിവാർ സംഘടനകൾ തടയുമ്പോൾ മോദി ബിഷപ്പുമാർക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെ നാടകമാണെന്ന് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസ്. പ്രതിപക്ഷ പാർട്ടികളും മോദിയുടെയും BJPയുടെയും നാടകം ക്രൈസ്തവർ തിരിച്ചറിയുമെന്ന വിമർശനം ആവർത്തിക്കുന്നു. കേരളത്തിൽ കേക്കും മോദിയുടെ സന്ദേശവുമായി BJP നേതാക്കൾ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ നാടകമെന്ന വിമർശനത്തെ പ്രതിരോധിക്കാനാകുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. BJP നേതാവ് ശ്രീ ഉല്ലാസ് ബാബു, കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, മാർത്തോമ നസ്രാണി സംഘം പ്രതിനിധി ശ്രീ ജോമോൻ ആരക്കുഴ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സേനാപതി വേണു, CBCA ആസ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ വാക്കുകളാണ്. അദ്ദേഹമാണല്ലോ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ്, CBCAയുടെ പ്രസിഡന്റ് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ട് CBCയുടെ കേന്ദ്രത്തിൽ വന്നിരിക്കുന്നു, അത് സന്തോഷം നൽകുന്നതാണ് എന്ന്. വിമർശനം അതിനുശേഷം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർത്തഡോക്സ് സഭയുടെ ഒരു മെത്രാപ്പോലിത്തയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്, ഇത് നാടകമാണ് എന്ന രീതിയിൽ. പക്ഷേ അതിനുശേഷവും സഭാ നേതൃത്വത്തിൽ നിന്ന് എതിർത്തൊരു വാക്കും ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല, തൃശൂർ ആർച്ച് ബിഷപ്പ് കൂടിയായ മാർ ആൻഡ്രൂസ് താഴത്ത് അല്പം മുമ്പ് വീണ്ടും മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുമുണ്ട്. ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു ഘടകം തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വരവും ഞങ്ങളോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചതുമെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു അസഹിഷ്ണുത കാട്ടുന്നത്? ഇവിടെ മഞ്ജുഷേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഞങ്ങൾ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ ആസ്ഥാനം ഡൽഹിയിലേക്ക് ക്ഷണിച്ചത് എന്നാണ് ഏറ്റവും അവസാനം ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത്. നമുക്കതിൽ വിരോധമൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സമുദായം അവരുടെ മതപരമായ ഒരു ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നതിലോ ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമോ അല്ലെങ്കിൽ അതിൽ വിയോജിപ്പോ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ വിയോജിപ്പ് എവിടെയാണ്? അത് ഞാൻ ആദ്യം കേരളത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതാണല്ലോ ഇപ്പൊ നമ്മൾ രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ അവിടെ പുൽക്കൂട് നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. തൊട്ടപ്പുറത്താണ്, ചിറ്റൂരിലാണ് നടന്നെങ്കിൽ തൊട്ടപ്പുറത്ത് നടന്നത് തത്തമംഗലത്താണ്. അവിടെ അടച്ചിട്ട് ഒരു ഗ്രില്ലിന്റെ അകത്തോടെ 15 അടി അപ്പുറത്ത് വെച്ചിരിക്കുന്ന പുൽക്കൂട് എന്തോ കമ്പിട്ട് അത് വലിച്ച് നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ മഞ്ജുഷ, നമ്മളൊരു വാദഗതിക്ക് വേണ്ടി ചോദിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ സഭ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ലല്ലോ. ക്രൈസ്തവ സഭയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് എന്താ പറയുക, സെന്റ് തോമസിന്റെ വരവോടുകൂടിയാണ് കേരളത്തിൽ. അപ്പൊ ചരിത്രത്തിന്റെ ഭാഗമാണ്, അതിന്റെ വിശ്വാസ്യതയൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ എത്രയോ പതിറ്റാണ്ട് അല്ലെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകളായി കേരളത്തിൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ ഒരു മനുഷ്യന്റെ മനസ്സിൽ അത് നശിപ്പിക്കാനുള്ള ഒരു ചേതോവികാരം അല്ലെങ്കിൽ പ്രേരണ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ഇവരുടെയൊക്കെ മനസ്സിൽ കുത്തിവെക്കപ്പെട്ട വലിയ ഒരു വിഷമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് എതിർക്കപ്പെടേണ്ട ഒന്ന് എന്ന് പറയുന്നത്. ഇത് കേവലം ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധരോ അതല്ല എങ്കിൽ സമനില തെറ്റിയ ആളുകളോ മദ്യപിച്ചിട്ട് ചെയ്ത ഒരു കുറ്റകൃത്യമല്ലല്ലോ. ഇത് ഒരു പ്രധാനപ്പെട്ട സംഘടന, അതായത് അശോക് സിംഗാൾ നേതൃത്വം കൊടുത്ത് പ്രവീൺ തൊഗാഡിയെ പോലുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത ഒരു സംഘടനയിലെ 3 അംഗങ്ങളാണ് അവര് നടത്തിയിരിക്കുന്ന ഒരു കൃത്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലെ വികാരം എന്താണ്? അത് ക്രൈസ്തവ സമൂഹത്തോടുള്ള അസഹിഷ്ണുത. ആ അസഹിഷ്ണുതയുടെ ഒരു പ്രതിഫലനമാണല്ലോ നമ്മൾ കാണുന്നത് ഈ പുൽക്കൂട് നശിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ എന്താ പറയുക, സ്കൂളിൽ കയറി ഇത് നിർമ്മിച്ച അധ്യാപകരെയോ അല്ലെങ്കിൽ അധ്യാപകമാരെയോ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് കാണും. അപ്പം ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ജനസംഖ്യയിൽ നമുക്കറിയാം ഒരു നിർണായകമായ ഘടകം അത് ക്രൈസ്തവ സമൂഹമാണ്. അവർ നഴ്സറി മുതൽ മെഡിക്കൽ കോളേജിന് അപ്പുറത്തേക്ക് ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര സേവനം, അതൊക്കെ ശരിയാണ്. പക്ഷേ ശ്രീ സേനാപതി, ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാകേണ്ടത് ആർക്കാണ്? ക്രൈസ്തവ സഭകൾക്കാണ്. പക്ഷേ ഇതേ സമയത്ത് നിങ്ങളിത് ആവർത്തിച്ച് പറയുന്നുമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും പറഞ്ഞു,
കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിൽ അത് ഇതിനേക്കാൾ അല്പം കൂടി വിപുലമായിരുന്നു. കാരണം ഇതിൽ ഇന്നലത്തെ ചടങ്ങിൽ എന്ന് പറയുന്നത് കത്തോലിക്ക മെത്രാൻ സമിതിയുടേതായതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാർ മാത്രമാണ് പങ്കെടുത്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ചടങ്ങിൽ അങ്ങനെയല്ല. കേരളത്തിലെ എല്ലാ സഭാ നേതൃത്വവും അവിടെ ഉണ്ടായിരുന്നു. അതിൽ യാക്കോബായ വിഭാഗവും ഓർത്തഡോക്സ് വിഭാഗവും മറ്റെല്ലാ വിഭാഗവും അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ അത് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ വരുന്നത് കൊണ്ട് മാത്രം ഇതിനായി മാത്രം കേരളത്തിൽ നിന്ന് പോയതാണ് ഡൽഹിയിലേക്ക്. അപ്പോൾ അതിനെ ഒരു അംഗീകാരമായിട്ട് കേരളത്തിലെ സഭാ നേതൃത്വങ്ങൾ, അത് കത്തോലിക്ക സഭ മാത്രമല്ല മറ്റ് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളും കാണുകയാണ്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് ഇതിൽ BJP-യുടെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ പ്രേരണയിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്ന് ഉള്ള പരാതിയില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അവരും പറയണമായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് പരാതി അവർ പറഞ്ഞില്ല എങ്കിലും ഞങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് ഒരു സംരക്ഷണ വലയം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ മറവിലല്ലേ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏതായാലും ഓർത്തഡോക്സ് സഭയുടെ ഒരു പരമോന്നത പദവിയിൽ ഇരിക്കുന്നയാളാണ് യൂഹന്നാൻ മാർ മിലിത്തിയോസ്. അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിലും അദ്ദേഹത്തിന്റെ മെസ്സേജിലും പറഞ്ഞിരിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് നിങ്ങൾ ഞങ്ങളെ എന്താ പറഞ്ഞ ഈ മറുഭാഗത്ത് ഞങ്ങളുടെ പുൽക്കൂടുകൾ നശിപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം മഞ്ജുഷ് പറഞ്ഞതിന് അനുബന്ധമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ജർമ്മനിയിൽ അവിടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ മുന്നോടിയായി മാർക്കറ്റിലെത്തിയ ആളുകളുടെ ഇടയിലേക്ക് ഏതാണ്ട് 400 മീറ്റർ നീളത്തിലാണ് വാഹനം ഓടിച്ചു കയറ്റി 4-5 ആളുകൾ മരിച്ചു, 100-200ഓളം ആളുകൾ ഗുരുതരാവസ്ഥയിൽ കിടന്നു. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപലപിച്ച് സംസാരിക്കുകയും ലോകത്തുള്ള അക്രമത്തെക്കുറിച്ച്, ഇപ്പൊ സിറിയയിലൊക്കെ ഈ പ്രത്യേകിച്ച് ഈ ഓർത്തഡോക്സ് ജനവിഭാഗത്തിന് നേരെ നടക്കുന്ന ഈ പുതിയ കയ്യേറ്റങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം അധിക്ഷേപിക്കുമ്പോൾ ഇവിടെ നമ്മുടെ കൺമുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യക്ഷമായി നമ്മൾ കാണുന്ന ഒന്ന് മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന ഈ ന്യൂനപക്ഷ വേട്ടയാണ്. അപ്പോൾ ഇപ്പൊ ബംഗ്ലാദേശിൽ ഉദാഹരണത്തിന് നമ്മൾ എത്രയോ വട്ടം ചർച്ച ചെയ്തു, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രൂരമായ വേട്ടയ്ക്കെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ ഇല്ലെങ്കിൽ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്താ, നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവർ സുരക്ഷിതരായിരിക്കുന്നു, അവരുടെ ആഘോഷങ്ങൾക്ക് തടസ്സങ്ങളില്ല. ഇപ്പൊ ബംഗ്ലാദേശിൽ കാളിപൂജയുമായി ബന്ധപ്പെട്ട് മൈക്ക് പുറത്തേക്ക് വെച്ചു എന്ന കാരണത്താൽ ഹാളിൽ കയറി ആളുകളെ ആക്രമിക്കുകയും ക്ഷേത്രത്തിന് തീയിടുകയും ഒക്കെ ചെയ്ത് എത്രയോ വലിയ സംഭവങ്ങൾ, ക്രൂരമായ സംഭവങ്ങൾ, ആ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് ഇന്ത്യയിൽ എത്ര സുരക്ഷിതമായിട്ടാണ് മതന്യൂനപക്ഷങ്ങൾ അവരുടെ ആഘോഷങ്ങൾ നടത്തുന്നത്, അവരിവിടെ ജീവിക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ മണിപ്പൂരിലെ അക്രമങ്ങൾ, അതല്ല എങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഇത്രയും സംസ്കാര സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന ഈ കേരളത്തിൽ അപ്പോ ഈ അസഹിഷ്ണുതയുടെ അത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് 2ാം തവണയാണ്. കഴിഞ്ഞ തവണയും ഈ മണിപ്പൂർ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ക്രൈസ്തവ സഭയുടെ നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറായി. അന്നും നിങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചതാണ്. ഇപ്പോൾ ഇന്നും അതേ ചോദ്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. പക്ഷേ സഭാ നേതൃത്വം ഇന്ന് ഇപ്പോൾ അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ പ്രധാനമന്ത്രിയോട് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അതായത് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അത് BJP കേന്ദ്ര നേതൃത്വമോ BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരോ അറിഞ്ഞു ചെയ്യുന്നതല്ല എന്നുള്ള ബോധ്യമുള്ളതാണ് സഭാ നേതൃത്വങ്ങൾക്ക്. അതുകൊണ്ടാണല്ലോ സഭാ നേതൃത്വം ആ രീതിയിൽ സംസാരിക്കുന്നത്. അതല്ല എങ്കിൽ ശക്തമായി അപലപിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ ഇത്തരമൊരു ചടങ്ങിലേക്ക് ക്ഷണിക്കുക പോലും ചെയ്യില്ലായിരുന്നു. കഴിഞ്ഞ വർഷവും ക്രിസ്മസ് ആഘോഷ സമയത്ത് ഏതാണ്ട് 1,00,000-ഓളം ആളുകൾ അവർ അഭയാർത്ഥി ക്യാമ്പിലാണ്. ഇപ്പോഴും അവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല, കൂടുതൽ ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 2 വയസ്സുള്ള കുഞ്ഞിന്റെ ശരീരം പോലും എത്ര ഭീകരമായ രീതിയിലാണ് വെട്ടി നുറുക്കപ്പെടുന്ന കാഴ്ച നമ്മൾ ഒരു കുടുംബത്തിൽപ്പെട്ട 6 പേരെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം അവര് ഒരു പ്രത്യേക ജനവിഭാഗത്തിൽ പെട്ടു അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ടു എന്നൊറ്റ കാരണമല്ലേ അവർ ചെയ്തുള്ളൂ, അതല്ലാതെ വേറൊരു കുറ്റകൃത്യം അവർ ചെയ്തില്ലല്ലോ. അപ്പോ അവിടെ നടക്കുന്ന വംശീയ അതിക്രമങ്ങളെ അപലപിക്കുന്നതിനോ അതിനെ ഫലപ്രദമായിട്ട് തടയുന്നതിനോ നടപടി സ്വീകരിക്കാത്ത പ്രധാനമന്ത്രി ജർമ്മനിയിലെ മാർക്കറ്റിൽ ന്യൂറംബർഗിൽ നടന്ന ആക്രമണത്തെ കുറിച്ച് ഈ ബിഷപ്പുമാരോട് ഉത്കണ്ഠ പങ്കുവയ്ക്കുമ്പോൾ തൊട്ട് കൺമുമ്പിൽ അല്ലെങ്കിൽ താൻ ഭരിക്കുന്ന രാജ്യത്ത് നടക്കുന്ന ഈ അക്രമത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന ഒരു ചോദ്യം ഞങ്ങൾ അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ചോദ്യം. പക്ഷേ ബിഷപ്പുമാരോട് നിങ്ങൾക്ക് അലോഹ്യമില്ല അല്ലേ സേനാപതി വേണു? ബിഷപ്പുമാരോട് നിങ്ങൾക്ക് അലോഹ്യമില്ല, പ്രധാനമന്ത്രിയുടെ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞതിനെ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു. ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞെന്താ, ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ക്ഷണിച്ചത്, ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു, പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വരുന്നു. പക്ഷെ പ്രധാനമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, ആ ഉത്തരവാദിത്വമാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ഉല്ലാസ് ബാബു മറുപടി. അതായത്
അവിടെ പുൽക്കൂട് വന്നിക്കുന്നു. അതായത് പ്രധാനമന്ത്രി CBCI ആസ്ഥാനത്ത് വന്ന് ഉണ്ണിയേശുവിന്റെ പുൽക്കൂട് വണങ്ങിയതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പുൽക്കൂട് തകർക്കുന്നു. ഇത് പറഞ്ഞത് ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രമുഖനാണ്, തൃശൂർ ഭദ്രാസനാധിപനാണ്. അല്ല, നമ്മൾ ആ ചർച്ച ഞാൻ മഞ്ജുഷ് ചോദിച്ചാലേക്ക് വരാം. ആദ്യം തന്നെ മഞ്ജുഷിൻ്റെ കാർഡിലുള്ള കാര്യങ്ങൾ നോക്കുമെന്ന് പറയാം. ക്രൈസ്തവർക്ക് തല്ലും തല്ലോടലോ അങ്ങ് എനിക്ക് അയച്ചു തന്ന കാർഡിലുള്ളതാണ്. ക്രൈസ്തവർക്കെന്നല്ല, ഇന്ത്യയിലെ ആർക്കും തല്ലലുമില്ല, എല്ലാവരോടും തല്ലോടലും സ്നേഹം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ഒരു വരി നിങ്ങളതിനകത്ത് എഴുതി ചേർക്കണ്ട. 2, മോദിയുടെ ക്രിസ്തുമസ് ആഘോഷം വിശ്വാസികൾ സ്വീകരിക്കുമോ? പരിപൂർണമായി സ്വീകരിക്കും. ആ സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്നലെ അതിഗംഭീരമായിട്ട് തന്നെ ക്രിസ്തുമസ് ആഘോഷത്തിൽ അദ്ദേഹം പരിപാടി പങ്കെടുത്തതും 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ പങ്കെടുപ്പിച്ചതും പരിപാടികൾ നടത്തിയതും അതൊക്കെ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾ തടഞ്ഞതിൽ BJP ഉത്തരവാദിയോ? നിസ്സംശയം പറയാം, BJPക്ക് ഒരു ഉത്തരവാദിത്വമില്ല. മോദിയെപ്പോലെ ആഘോഷത്തിൽ ഭിന്നതയോ? ഒരു ഭിന്നതയും ഒരാഘോഷത്തിലില്ല. ഇനി അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ആർക്കും വേണ്ട. 2, കോട്ടയം ഭദ്രാസന തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായം എന്ന് പറയപ്പെടുന്നത് വ്യക്തിപരമായ കാര്യമാണ്. അത് ഒരു സഭയുടെ അഭിപ്രായമല്ല. സഭ അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരു ശൈലിയുമില്ല, സഭയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായവുമില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. മഞ്ജുഷ്, നമുക്ക് ഇതിനകത്തൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യാനുണ്ട്. എന്താണ് രാഷ്ട്രീയം? കോൺഗ്രസ് ഇപ്പം ഇങ്ങനെ സേനാപതി വീണ് വെച്ച് കലക്കുന്നുണ്ടല്ലോ. ഇവരുടെ മനസ്സ് എത്രത്തോളം വിഷലിപ്തമാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഇതെങ്ങനെയെങ്കിലും 16 8 തമ്മി തല്ലിച്ച് അതിൽ നിന്ന് രക്തമൂറ്റി കുടിക്കാനുള്ള ആ ഒരു ഹരമാണ് സേനാപതി വീണുവിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ K. സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്നലെ പറഞ്ഞു, ഞങ്ങൾ ഈ വക വിഷയങ്ങളെ ഒരു തരത്തിലും അടിവരയിട്ട് പറയാം, ഒരു തരത്തിലും യോജിക്കുന്ന കാര്യമില്ല, അതിനെ അംഗീകരിക്കുന്ന വിഷയമില്ല. അത് ഹൈന്ദവൻ്റെ ആഘോഷമായിക്കോട്ടെ, ക്രൈസ്തവൻ്റെ ആഘോഷമായിക്കോട്ടെ, ഇസ്ലാമിൻ്റെ ആഘോഷമായിക്കോട്ടെ, ഇനി ഏതെല്ലാം വിഭാഗത്തിൻ്റെ ആഘോഷങ്ങളായിക്കോട്ടെ, ആ ആഘോഷങ്ങളൊക്കെ നാട്ടിനകത്ത് ഭംഗിയായി നടക്കണമെന്നുള്ള പരിപൂർണ ആഗ്രഹവും പരിപൂർണ താല്പര്യവുമുള്ള സംഘടന തന്നെയാണ് BJP. ക്രിസ്ത്യൻ ബിഷപ്പല്ല, ക്രിസ്ത്യൻ അച്ഛൻ സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യമുണ്ട് ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ അതിന് സംരക്ഷണം കിട്ടുമെന്ന ഉറപ്പിലാണ് ഇത്തരത്തിൽ പുൽക്കൂട് തകർക്കാൻ പോകുന്നത് എന്ന് സേനാപതി വേണു ഇവിടെ ആരോപിച്ച കാര്യമാണല്ലോ. ആ ഒരു സംരക്ഷണം കിട്ടുമെന്ന് പറയുമ്പോൾ BJPയിൽ നിന്നൊരു സംരക്ഷണം കിട്ടും, അതുകൊണ്ടാണ് പുൽക്കൂട് തകർക്കൽ ഇവിടെ നടത്തുന്നത് എന്ന്. BJPയിൽ നിന്നൊരു പിണ്ണാക്കം കിട്ടാൻ പോകുന്നില്ല. പച്ച മലയാളത്തിൽ നാടൻ ഭാഷയിൽ പറയണേ. സേനാപതി വേണുവിന് അങ്ങനെയല്ലാണ്ട് വേറെ എങ്ങനെ പറയാൻ പറ്റുക? സേനാപതി വേണുവിൻ്റെ ആവശ്യത്തെ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിച്ച് ഇതിൻ്റെ രക്തം ഊറ്റി കുടിച്ച് എങ്ങനെയെങ്കിലും 10 വോട്ടും മേടിച്ച് അധികാരത്തിൽ 2-3 തവണ എങ്ങനെയും എത്താൻ പറ്റുമോ നോക്കാനുള്ള തന്ത്രപ്പാടിലെ കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള സൂത്രക്കെട്ടുകളൊക്കെ സേനാപതി വേണു പറയും. അയാൾ ആ രാഷ്ട്രീയത്തിലിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ശൈലി പറഞ്ഞോട്ടെ. ഞങ്ങൾ BJP വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ത്യ മഹാരാജ്യത്തായിക്കോട്ടെ, എല്ലാ സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, ഞങ്ങൾ ക്രിസ്തുമസ് ആഘോഷം കൃത്യമായിട്ട് ക്രിസ്ത്യൻ സഹോദരന്മാരോടൊപ്പം ചേർന്ന് നടത്തും. ഞങ്ങൾ അതിന് കൃത്യമായി ക്രിസ്ത്യൻ സഹോദരന്മാരുടെ അടുത്തേക്ക് പോകും, അവർക്ക് കേക്കും കൊടുക്കും, സ്നേഹ സന്ദേശം കൈമാറും, എല്ലാ ബിഷപ്പുമാരെയും കാണും, എല്ലാ മതമേലധ്യക്ഷന്മാരെയും കാണും, അവർക്കും ക്രിസ്മസ് കേക്ക് കൊടുക്കും, അവർക്കും സ്നേഹ സന്ദേശം കൈമാറും. അവരുടെ ആഘോഷങ്ങളിൽ നാളെ ഞങ്ങളും പങ്കാളികളാവും. ഞങ്ങൾക്ക് അതിനകത്തൊന്നും യാതൊരുവിധ തരത്തിലുള്ള കൺഫ്യൂഷനുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ബഹുമാനനായിട്ടുള്ള കേന്ദ്ര മന്ത്രി കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ശ്രീ ജോർജ് കുര്യൻ സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മഞ്ജുഷും കേട്ടിട്ടുണ്ടാവും, എന്താണ്, ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കണം, അതിന് സർക്കാർ തയ്യാറാകണമെന്നും സർക്കാരിനോട് മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും കൃത്യമായി ഈ വിഷയത്തിൽ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായ ശ്രീ K. സുരേന്ദ്രൻ കൃത്യമായി തന്നെ താമരശ്ശേരി ബിഷപ്പിനെ കണ്ട് ഞങ്ങളുടെ സ്നേഹ സന്ദേശം കൈമാറി പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മാധ്യമങ്ങളോടും വളരെ വൃത്തിയും വെടുപ്പുമായി പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ആരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അങ്ങനെ ഒരു കൃത്യം ചെയ്തവർക്ക് നേരെ ശക്തമായ നിയമ നടപടിയുമായി സർക്കാർ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തീയ വിശ്വാസത്തെയോ ഇസ്ലാമിക വിശ്വാസത്തെയോ ഹൈന്ദവ വിശ്വാസത്തെയോ അവരുടെ ആഘോഷങ്ങളോ അവരുടെ ഉത്സവങ്ങളോ തടയുക എന്ന ഒരു സംവിധാനം ഞങ്ങൾക്കില്ല, അങ്ങനെ ഒരു ആഗ്രഹവും ഞങ്ങൾക്കില്ല, അങ്ങനെ ഒരു അജണ്ടയും ഞങ്ങൾക്കില്ല. പിന്നെ അവിടെയും ഇവിടെയും ഉണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ ഉന്നയിച്ച് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി അത് BJPയുടെ നെറുകിൽ കെട്ടി BJPയുടെ തലയിൽ കെട്ടി BJPയാണ് അതിന്റെ പുറകിലെന്ന് വരുത്തി തീർക്കാനുള്ള സേനാപതി വേണുമാർ കുറെ ഇവിടെ ഉണ്ടാകും. ഒരു കാര്യം കൂടിയുണ്ട്, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി CBCI ആസ്ഥാനത്ത് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഈ ജർമ്മനിയിലെ മാർക്കറ്റിൽ ക്രിസ്മസ് മാർക്കറ്റിൽ ഉണ്ടായ അനിഷ്ട സംഭവം, അവിടെ അത്രയും ആളുകൾ മരിക്കാനിടയായ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. പക്ഷേ മണിപ്പൂരിനെ കുറിച്ച് മിണ്ടിയില്ല എന്ന്. അല്ല, അതല്ലേ ഇതിന്റെ അകത്തെ ഇരട്ടത്താപ്പ്. സേനാപതി വേണു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രി
സേനാപതി വേണു പ്രസംഗിക്കുകയാണെങ്കിൽ അങ്ങ് സംസാരിച്ചോളൂ, എനിക്ക് അതിൽ വിരോധമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അല്ലല്ല, ഉല്ലാസ് ബാബു സേനാപതി വേണു പറഞ്ഞ കാര്യത്തിന് ഉല്ലാസ് ബാബുവിന്റെ മറുപടി അദ്ദേഹത്തിനാണോ ടൈം? സേനാപതി വേണു പറയുന്നത് പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടപടിയാവണ കാര്യമല്ല. സേനാപതി പറയുന്ന പോലെ സേനാപതിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഒരുപോലും പറയുന്നില്ല എന്നുള്ളത് സേനാപതി വേണു മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ മുഖ്യ എല്ലാ പ്രഭാഷണവും സേനാപതി വേണു കേട്ടിട്ടുണ്ടോ? സേനാപതി കേട്ടിട്ടുണ്ടെങ്കിൽ സേനാപതി ഒന്ന് പറ. ഞാനത് മുഴുവൻ കേട്ടിട്ടുള്ളത്. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ കേട്ടിട്ടുള്ള ആളാണ്. മഞ്ജുഷും കേട്ടിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ വേണമെങ്കിൽ മഞ്ജുഷിന് അയച്ചു തരാം. അതിലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇതുപോലെയുള്ള ഒരു വലിയ സദസ്സിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആഘോഷങ്ങളുടെ രൂപമായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം മാർപ്പാപ്പയെ കണ്ട കാര്യവും മാർപ്പാപ്പയെ ക്ഷണിച്ച കാര്യവും അദ്ദേഹത്തിൻ്റെ കൂക്കാടൻ അച്ഛൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പുത്രനായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്നതിലും അതിൽ പങ്കെടുപ്പിക്കാനുള്ള അവസരം കിട്ടിയതിലും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തന്നെയാണ് ബഹുമാന്യ പ്രധാനമന്ത്രി സംസാരിച്ചത്. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള വിഷയങ്ങളും ആ വിഷയങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടലുകളും അതിൽ ഇന്ത്യയുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൃത്യമായി പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? ഒപ്പം തന്നെ പറഞ്ഞൊരു വാക്കും കൂടി മഞ്ജുഷ് മനസ്സിലാക്കണം. സേനാപതി വേണി കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കേട്ട പോലെ നടിക്കുകയില്ല. ഇവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ കൃത്യമായിട്ടുള്ള ചില ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുണ്ട്. പരിപൂർണമായിട്ട് തടയേണ്ടതാണ്, തടയുമെന്നും വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, മണിപ്പൂരിനകത്തെന്നല്ല ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വിഭാഗത്തിനെതിരെ നടക്കുന്ന ഒരു പ്രവൃത്തിക്കും ഒരു തരത്തിലും BJP കൂട്ടുനിൽക്കുന്നില്ല. BJP ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിൽ വിറളി പൂണ്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. മറ്റുള്ള വിഷയങ്ങളിൽ BJP കൃത്യമായി അപലപിച്ചിട്ടുണ്ട്. BJP അതിനെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെതിരെ കുറ്റാരോപിതരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കെതിരെ നടപടിയെടുക്കണോ അവർക്കെതിരെ കൃത്യമായി ജോമോൻ ആരപ്പുഴ സേനാപതി വേണു പറഞ്ഞതുപോലെയുള്ള ഒരു ആശങ്ക ക്രൈസ്തവർക്കില്ലേ? ഞാൻ ചോദിച്ച ആദ്യ ചോദ്യം ഇതായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട്, ഇന്നലെയാണെങ്കിൽ കത്തോലിക്ക സഭാ ബിഷപ്പുമാരുമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചത് വിശ്വാസികൾ അംഗീകരിക്കുന്ന കാര്യമാണോ അതോ സേനാപതി വേണു പറഞ്ഞതുപോലെ ആശങ്ക നിലനിൽക്കുകയാണോ ഇപ്പോഴും? ഇന്നലെ പ്രധാനമന്ത്രി ജർമ്മനിയിലെ സംഭവം പറഞ്ഞ പോലെ മണിപ്പൂരിലെ വിഷയം പറയാതിരുന്നത് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഒരു അരനൂറ്റാണ്ട് കാലം നമ്മൾ ഈ വർത്തമാന കാലത്തിൽ നിന്നും അരനൂറ്റാണ്ട് കാലം പിന്നിലേക്ക് ചിന്തിച്ചാൽ ക്രൈസ്തവർക്കെന്നും ആശങ്ക മാത്രമേ ഉള്ളൂ. അത് ഒരു പകൽ പോലെ സത്യമായ കാര്യമാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച BJPയുടെ സുഹൃത്ത് ഉല്ലാസ് ബാബു സംസാരിച്ച മഞ്ജുഷൻ്റെ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ 2-3 വാദങ്ങളിൽ അതിൽ എല്ലാ വാദങ്ങളും നമുക്ക് തിരുത്താം. പക്ഷേ എല്ലാ വാദങ്ങളും തിരുത്താനുള്ള സമയമില്ലാത്തതുകൊണ്ട് ആദ്യത്തെ ഒരു കാര്യം തന്നെ അത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പിൻവലിക്കേണ്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ, ക്രൈസ്തവർക്ക് ഒരു വശത്ത് തല്ലും ഒരു വശത്ത് തലോടലും. ഈ നയത്തിനാണ് പറയുന്നത് ഇരട്ടത്താപ്പ്. അപ്പോൾ ഒരു വശത്ത് തല്ല് ആഘോഷപൂർവ്വമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഇരകളാണല്ലോ മണിപ്പൂരിലെ വെറും സാധാരണക്കാരായ ക്രൈസ്തവർ. പെൺകുട്ടികളെ പോലും നഗ്നരായിട്ട് തെരുവിലൂടെ നടത്തിക്കൊണ്ടുപോയത് ആരാണ്? അതിനെ ഈ പറയുന്ന പോലെ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും നല്ലൊരു ഭരണ സംവിധാനം, ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണ പാർട്ടി അവരെന്ത് ചെയ്തു? അതിനകത്ത് ആരെങ്കിലും അത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഏത് കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടായത്? അപ്പോൾ തല്ല് എല്ലാ കാലത്തും ഒരു വശത്തും നടക്കുന്നുണ്ട്. പിന്നെ ഈ തലോടൽ എന്ന് പറയുന്ന കാര്യങ്ങൾ പല സമയത്തും അത് ഭാഗികമായിട്ട് കണ്ണിൽ പൊടിയിടാനുള്ള ചില മുട്ടുനായങ്ങളാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പാലക്കാട് ക്രിസ്മസ് കരോളിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളും അവിടെ പുൽക്കൂട് തകർത്തതും, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ചോദിക്കട്ടെ. ഇന്നലെയാണ് നമ്മുടെ K. സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടവർ അവർ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണോ എന്ന് ഞങ്ങൾക്ക് വ്യക്തതയില്ല. ആർക്കും ഉത്തരവാദിത്വമില്ലാത്തത്? അത് ആർക്കാണ് അറിയില്ലാത്തത്? ആരോടാണ് സംസാരിക്കുന്നത്? അത് വ്യക്തമായിട്ട് ഇവർ പറയുന്നു. അവർ മുൻകാലങ്ങളിൽ എപ്പോഴോ ഏതോ സ്ഥാനങ്ങളിൽ ഇരുന്നവരാണ്. ഇന്നലെ വളരെ വ്യക്തമായിട്ട് ആ 3 പ്രതികളെക്കുറിച്ച് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളാണ്, റിമാൻഡ് ചെയ്യപ്പെട്ടവരാണ്. അതിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആളുണ്ട്, ജില്ലാ സംയോജകൻ്റെ ആളുണ്ട്, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ 3 പേര് തലസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ BJPയുടെ ഉത്തരവാദിത്തങ്ങൾ കൈയാളുന്നവരാണ്. അപ്പോൾ ഇവരെ പോലും K. സുരേന്ദ്രന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ
ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് ഒരു മായാക്കാഴ്ചയാണോ? അപ്പോൾ അവർക്കെതിരെ ഏത് കാര്യം ഉണ്ടായാലും ഇവിടെ പൊതു ഒരു ഭാഷയുണ്ട്, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. അതെല്ലാ ഞാനൊരു രാഷ്ട്രീയ അനുഭവിയല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു സഭയുടെ ഒരു സംഘടനയുടെ സെക്രട്ടറി എന്ന രീതിയിലാണ് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുക. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ മാറി മാറി വന്നാലും, ഇപ്പോൾ കോൺഗ്രസ് ഇന്ന് കുറച്ചു മുമ്പ് സംസാരിച്ചതുപോലെ അവർ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളെ ചില സമയങ്ങളിൽ അവർ വ്യക്തമായ രീതിയിൽ അവരതിനെ അപലപിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് ക്രൈസ്തവർ എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്. ഞാൻ വ്യക്തമായിട്ട് ചോദിക്കട്ടെ, കേരളത്തിലെ 28-30 സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മതന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൈപ്പറ്റുന്നത് ഏത് മതവിഭാഗമാണ്? അതിൽ ക്രൈസ്തവർക്ക് എത്ര ശതമാനം കിട്ടുന്നു? ആ ക്രൈസ്തവർക്ക് ആ ശതമാനം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ, ഞാനത് സംസാരിക്കുമ്പോഴും ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രൈസ്തവ സ്നേഹത്തെ ഞാൻ ഒരു കാരണവശാലും അവിശ്വസിക്കുകയോ അതിനെ വില കുറച്ച് കാണുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഈ തലോടുന്നതിൻ്റെ ഒപ്പം ആ തല്ലുന്ന പരിപാടി, അതിന് തടയിടാൻ ഇവിടെ ഏത് പാർട്ടിക്കാർ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ജോമോൻ ആലപ്പുഴ അങ്ങനെയാണെങ്കിൽ അത് ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ ഒരു കുഴപ്പം കൂടിയല്ലേ? അവർ സ്ഥിരമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അടുക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോലും ക്രൈസ്തവ സഭകൾ BJPയോട് അടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് നിഷേധിക്കാൻ പോലും സഭകൾ തയ്യാറാവുന്നില്ല. അതുമാത്രമല്ല, ഞങ്ങളെ ഇങ്ങോട്ട് സഹായിക്കുന്നവരെ ഞങ്ങൾ അങ്ങോട്ടും സഹായിക്കും എന്നുള്ള നിലപാട് പറഞ്ഞുകൊണ്ട് പല തെരഞ്ഞെടുപ്പ് സമയത്തും സമ്മർദ്ദ തന്ത്രം പയറ്റുന്നു. തൃശ്ശൂരിൽ ഞങ്ങളുടെ സഹായത്താലാണ് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു. അപ്പോൾ ഇത് ഇരട്ടത്താപ്പ് സഭയും കാണിക്കുന്നുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ സഭാ നേതൃത്വവും കാണിക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമീപനം സഭാ നേതൃത്വം കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മഞ്ജുഷ, ഇവിടെ പ്രധാനമായിട്ടൊരു കാര്യം, ക്രൈസ്തവ സഭ എന്ന് പറയുന്നത്, ക്രൈസ്തവ പിതാക്കന്മാർ എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു തത്വം നമ്മൾ പരിശോധിച്ചാൽ എല്ലാവരോടും സഹവർത്തിത്വത്തിലും സ്നേഹത്തിലും എല്ലാ കാലവും മുന്നോട്ട് പോവുക എന്നുള്ളത് അത് പിതാക്കന്മാരുടെയും ക്രൈസ്തവരുടെയും ക്രിസ്തീയതയുടെ ഒരു നയമാണ്. അതിൽ ചില വ്യക്തികൾക്കോ ചില പിതാക്കന്മാർക്കോ ഏതെങ്കിലും സമയത്ത് ആരോടെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ അനുഭാവികളോടോ ഏതെങ്കിലും വ്യക്തികളോടോ പ്രത്യേകമായിട്ട് അനുഭാവമോ അല്ലെങ്കിൽ എതിർപ്പോ ഉണ്ടായാൽ അത് വ്യക്തിപരമായിട്ട് പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പൊതുവായ തത്വം നമ്മൾ പറഞ്ഞാൽ ക്രൈസ്തവർ എല്ലാ കാലവും, അത് കോൺഗ്രസ് പാർട്ടി ആകട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി ആകട്ടെ, BJP ആകട്ടെ, എല്ലാവരോടും അവർ ഈ ക്രിസ്മസ് കാലങ്ങളിലും പ്രത്യേകിച്ച് മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ വേദി പങ്കിടേണ്ടതാണെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ഭാഷയായിട്ട് ആണ് അതിനെ പരിഗണിക്കേണ്ടത്. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട പറയാനുള്ള മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ആദ്യം സംസാരം തുടങ്ങിയത് തന്നെ ഒരു അരനൂറ്റാണ്ട് പിന്നിലേക്ക് ചിന്തിച്ചാൽ, അരനൂറ്റാണ്ടല്ല അതിൻ്റെ അപ്പുറത്തേക്ക് പോട്ടെ, ഞാനത് എടുക്കുന്നില്ല, ഇന്നുവരെ ഏതെങ്കിലും ഹൈന്ദവരുടെ ആരാധന സമയത്ത് അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ ആഘോഷവേളകളിൽ എവിടെയെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്രൈസ്തവർ അവരുടെ ആഘോഷങ്ങളെ അധിക്ഷേപിച്ചതായിട്ടോ ഒരു സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റിലൂടെയോ അല്ലെങ്കിൽ ഒരു കയ്യാങ്കളിയിലൂടെയോ ഈ മറ്റ് രണ്ട് മതവിഭാഗങ്ങളെയും എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? എന്നാൽ മറിച്ച് നാളുകളേറെയായി ഈ ഇരുവിഭാഗങ്ങളിൽ നിന്നും ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങൾ, അതിനെ ചെറുക്കാൻ ഏത് ഭരണ പാർട്ടിയാണ് ഇന്നുവരെ ഒരു വ്യക്തമായ ആധികാരികമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്? എറണാകുളത്ത് തന്നെ അധികം നാളുകളായിട്ടില്ല, 1 വർഷം ഇപ്പോൾ പൂർത്തിയാകുന്നു, ഒരു ക്രിസ്തീയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു വിധിന്യായത്തിലെ ഒരു വാചകം അത് ഇപ്രകാരമാണ് പറയുന്നത്: ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും കൂടുകയും ചെയ്യുന്നു. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ജസ്റ്റിസ് പറഞ്ഞ കാര്യങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ക്രിസ്ത്യാനികൾ ഫേസ് ചെയ്യുകയല്ലേ. ഒരു ക്രിസ്ത്യാനിയെ അവരുടെ വോട്ടിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ മറിച്ച് ആ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ ഇവിടെ എന്ത് നിയമമുള്ളത്? അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, ക്രിസ്തു മുന്നോട്ട് വയ്ക്കുന്ന ആശയം സ്നേഹം, സമാധാനം, ക്ഷമ, ഇത് മുറുകെ പിടിക്കുന്നവർ അത് അക്ഷരാർത്ഥത്തിൽ പിതാക്കന്മാർ ആ സിസ്റ്റം അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ തിരിച്ചടിക്കാനോ കയ്യാങ്കളിക്കോ അതിന് വിട്ട ക്ഷമ കടന്ന് മറ്റെന്തെങ്കിലും പ്രവർത്തന ശൈലിയിലേക്കോ
ക്രിസ്ത്യാനികൾ പോകില്ല എന്നുള്ള ഉറപ്പിലല്ലേ ഈ പറയുന്ന കടന്നുകയറ്റം? ഇതിനറുതി വരുത്താൻ എന്ത് ശ്രമം ഇവിടെ ഉണ്ടായിട്ടുണ്ട്? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേന്ദ്രൻ ഈ പറയുന്ന 3 ആളുകളെ തള്ളി പറയട്ടെ, അല്ലാണ്ട് പണ്ടെങ്കോ ഉണ്ടായിരുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന രീതിയല്ല. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇതുപോലെ തല്ലും തലോടലുമാണോ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് നടത്തുന്ന ഈ ക്രിസ്മസ് ആഘോഷം അതൊരു നാടകമാണോ? ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട 3 സമുദായങ്ങൾ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, അതോടൊപ്പം ബൗദ്ധരുണ്ട്, ജൈനരുണ്ട്, ജൂതരുണ്ട്, പാഴ്സികളുണ്ട്, സിഖുകാരുണ്ട്. പക്ഷെ കൂടുതലും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സമൂഹത്തിന് ഉള്ളവരാണ്. അപ്പോൾ ആ സമൂഹം, ക്രിസ്ത്യൻ സമൂഹം നമ്മളോടൊപ്പം കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ നാട്ടിലുണ്ട്. നമ്മുടെ എല്ലാം വിശ്വാസപ്രകാരം തോമസ് ലീഹ വന്നു എന്നുള്ളതാണ്. അതായത് വിശുദ്ധ വത്തിക്കാൻ ഉണ്ടാകുന്നതിന് 400 300 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ നവോത്ഥാനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയതോ അല്ലെങ്കിൽ ആ ആശയങ്ങൾ കൊണ്ടുവന്നത് ശാവര പിതാവിനെ പോലുള്ള ആൾക്കാരാണ്. സംസ്കൃത സ്കൂൾ അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങുകയും കഴിഞ്ഞ നൂറ്റാണ്ട് എടുത്തു നോക്കിയാൽ വിവേകാനന്ദ സ്വാമി എപ്പോഴും കയ്യിൽ സൂക്ഷിച്ചിരുന്ന 2 പുസ്തകങ്ങളും ഭഗവത്ഗീതയാണ്, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകമാണ്. ഏറ്റവും കൂടുതൽ ഗാന്ധിജി കമ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ യേശു ക്രിസ്തുവിനോട്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മിഷണറിയായ സ്റ്റാൻലി ജോൺസ്, ദൈവപുത്രൻ മരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ട്രാജഡിയാണ് മഹാത്മാഗാന്ധി മരിച്ചതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത് ക്രിസ്തുവാണ് എനിക്ക് ലക്ഷ്യങ്ങൾ തന്നത്, പക്ഷെ അതിലേക്ക് നടന്നെടുക്കാനുള്ള മാർഗം കാണിച്ചു തന്നത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ എന്നും ക്രിസ്ത്യൻ സമൂഹവുമായിട്ട് ഒരു ആത്മബന്ധം ഇന്ത്യ സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ വളരെ ദൗർഭാഗ്യകരമാണ്. പൂജനീയ സംസംഘാൻ മോഹൻ ഭഗവത്ജി 4 ദിവസം മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ ഗൗരവമുള്ളൊരു വളരെ ഗംഭീരമായ ഒരു കാര്യം കാണിക്കുകയുണ്ടായി. അതായത് വിവേകാനന്ദ സ്വാമിയുടെ ബേലൂർ മഠത്തിൽ ഇപ്പോഴും, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, ഡിസംബർ 24-നാണ് അവർക്ക് ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻ ഉള്ളത്. അവിടെ ഹിന്ദു സന്യാസിമാർ, കാവ്യ ധരിച്ച ഹിന്ദു സന്യാസിമാർ അമ്മ മേരിയുടെയും ഉണ്ണി യേശുവിന്റെയും ചിത്രത്തിന് ചുറ്റും ആരതി ഉരിയുന്ന കാഴ്ചകളാണ്. ഇത് ഡിസംബർ 24-നാണ് നടക്കുന്നത്. അങ്ങനെ എന്നും ബഹുസ്വരതയുടെ വലിയൊരു പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. RSS സർസംഘചാലക ചൂണ്ടിക്കാണിച്ചാണ്. ഇതേപോലത്തുള്ള തെറ്റുകാരുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനും രാഷ്ട്രീയപരമായി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉപയോഗിക്കാതിരിക്കാനുള്ള മര്യാദ നമ്മൾ കാണിക്കണം. അതായത് ഇതൊരു BJP കോൺഗ്രസ് വിഷയമല്ല. ചില ആൾക്കാർ എല്ലാ സമൂഹത്തിലും ഉണ്ടല്ലോ. ഹിന്ദുക്കളിൽ തീവ്ര സ്വരക്കാരുണ്ട്, ക്രിസ്ത്യാനികളിൽ തീവ്ര സ്വരക്കാരുണ്ട്, മുസ്ലിങ്ങളിൽ തീവ്ര സ്വരക്കാരുണ്ട്. അപ്പോൾ ആ തീവ്ര സ്വരക്കാരെ മാത്രം ഒറ്റപ്പെടുത്തുന്ന രീതി നമ്മുടെ നാട്ടിൽ മാർട്ടിൻ ഒരാളുണ്ടായില്ലേ, നമ്മുടെ ദേശീയ ഗാനം പാടുന്നില്ല അതുകൊണ്ട് 4 പേരെ ബോംബ് വെച്ച് കൊല്ലുന്നു എന്ന് പറയുന്ന മാർട്ടിന്മാരുണ്ടായിട്ടില്ല. അപ്പോൾ തീവ്ര സ്വരക്കാർ എല്ലാ പാർട്ടിയിലും, എല്ലാ സമുദായത്തിലും, എല്ലാ വിഭാഗത്തിലും ഉണ്ടാകും. പക്ഷെ നമുക്കതിനെതിരെ ശക്തമായ ഒരു പൊതുജന ജാഗ്രതയാണ് വേണ്ടത്. BJP കോൺഗ്രസിനെയോ BJPയോ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ദ്രോഹം ഇത് കാണിക്കരുത് എന്നുള്ള മര്യാദയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണിക്കേണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇപ്പൊ നടത്തുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ്, കോൺഫിഡൻസ് ബിൽഡിംഗ് കാര്യങ്ങളാണ്. അതൊക്കെ എന്താ പറയുന്നത്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ നന്ദിയോടുകൂടി കാണണം. അദ്ദേഹം പോപ്പിനെ പോയി കണ്ടിരുന്നു. പല തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനവും മറ്റും ഉണ്ടായി. പോപ്പിനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും മറ്റും ഉണ്ടായി. പോപ്പ് അതുപോലെയാണ്, ലോകാരോഗ്യത്തിനാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മാതാ അമൃതാനന്ദമയി ദേവി അടക്കം പോപ്പ് ഗ്ലോബൽ ഡിക്ലറേഷൻ അഗൈൻസ്റ്റ് സ്ലേവറിക്ക് വേണ്ടി ഗസ്റ്റായി ക്ഷണിച്ചു. അല്ലെങ്കിൽ നമ്മുടെ സീതാരാമൻ ഗുരുദേവനെ ആഘോഷിക്കുന്ന സർവമത മഹാസമ്മേളനത്തിന്റെ ആലുവ സമ്മേളനത്തിന്റെ 100-ാം വർഷം ഇപ്പൊ ശിവഗിരി അവിടെ ആഘോഷിക്കുകയുണ്ടായി. നമ്മുടെ തങ്ങളടക്കം, ആദരണീയരായ സാദിഖലി തങ്ങളടക്കം, നമ്മുടെ ഫൈസൽ ഖാൻജി അടക്കം എല്ലാവരും, നമ്മുടെ ചാണ്ടി ഉമ്മനടക്കം ഒരുപാട് പേരും ഈ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാനാണ് നോക്കുന്നത്. BJP കോൺഗ്രസ് വിഷയമായി അതിനെ ചുരുക്കി കാണുന്നത്. മറ്റൊരു കാര്യമുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ പറഞ്ഞു ഈ ഹിന്ദുത്വ സംഘടനകളിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോപ്പിനെ ക്ഷണിച്ച കാര്യത്തിലുമൊക്കെ. അപ്പോൾ ഈ സ്വന്തം ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ പോലും അത് പ്രശ്നമുണ്ടാക്കും എന്ന് തോന്നിയിട്ട് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി അടുക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് ക്രൈസ്തവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ താങ്കൾ പറഞ്ഞൊരു പോയിന്റാണ്, സംഘപരിവാർ സംഘടനകൾ ഇതിന് തുരങ്കം വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ടോ ഇല്ലയോ? മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ അതാണല്ലോ പ്രതിഫലിച്ചത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം എന്ന രീതിയിൽ അതാണല്ലോ റിപ്പോർട്ടുകൾ വരുന്നത്. കേരളത്തിൽ പോലും അതാണല്ലോ. BJP നേരിട്ടല്ല ഇവിടെയൊന്നും ഇടപെട്ടിരിക്കുന്നത്, പരിവാർ സംഘടനകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് പ്രധാനമന്ത്രിയും BJPയും അടുക്കുന്നതിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് പരിവാർ സംഘടനകൾക്കാണോ? സംഘപരിവാർ ഒരു സംഘടന തിരിക്കില്ല. ഞാൻ RSSകാരനല്ല, RSS പഠിക്കുന്ന വ്യക്തിയാണ്. സംഘപരിവാർ ഒരു സംഘടനയില്ല, ഒരുപാട് സംഘടന, ഒരു അംബർല പരിവാർ സംഘടനകൾ ചോദിച്ചത്.
അതെ അതെ, സംഘപരിവാരത്തെ വിളിക്കുമ്പോൾ മാത്രമല്ല, ഇപ്പൊ RSS ഒരു മുസ്ലിം രാഷ്ട്രീയ മഞ്ചുണ്ട്, ഒരു ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ച്, അല്ലെങ്കിൽ ഈസായി രാഷ്ട്രീയ മഞ്ച്, മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ഹെഡ് ചെയ്യുന്നത് ഇന്ദ്രേഷ് ജിയെ പോലെ വളരെ മുതിർന്ന ഒരു സ്വയംസേവകനാണ്. ഇന്ദ്രേഷ് ജിയും പുതിയ സർസംഘചാലകുമാണ്, മുസ്ലിം സമൂഹത്തിലെ സീനിയേഴ്സിനോട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ പോസിറ്റീവായി നമ്മൾ എടുക്കണം. കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, ഒരു ഗാന്ധിയൻ ചിന്താധാര ആകട്ടെ, അല്ലെങ്കിൽ ഗുരുജി ഗോൾവാക്കറുടെ ചിന്താധാര ആകട്ടെ, ഇവർ രാഷ്ട്രീയത്തിനപ്പുറം ഒരു മതസൗഹാർദ്ദം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വലിയ നഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടാകുക. അവിടെയാണ് നമ്മുടെ നാട്ടിൽ എന്നും ഈ ബഹുസ്വരതയാണ് ഇന്ത്യ ലോകത്തെ പഠിപ്പിച്ചത്. നമ്മുടെ രാജ്യം ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്താ? അത് ഗാന്ധിയും വിവേകാനന്ദന്റെയും മതസൗഹാർദ്ദവും എന്ന ആശയവുമാണ്. വിവേകാനന്ദൻ 1893 ഷിക്കാഗോ മതമഹാസമ്മേളനത്തിൽ പോയി പറഞ്ഞത് വ്യത്യസ്ത പാതകൾ ദൈവത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എന്നാണ്. അതാണ് ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ വിശ്വാസം. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയത്തിന് വേണ്ടി BJP കുറ്റം പറയാൻ കോൺഗ്രസിനെ കുറ്റം പറയാൻ BJP ഉപയോഗിക്കുന്നതിനപ്പുറം ഈ പൊതുധാരകളെ നമ്മൾ ഉയർത്തിക്കാട്ടണം. ഉദാഹരണം, BJP ഏറ്റവും ബഹുസ്വരവാദിയാണ് ശ്രീധരൻപിള്ള സാർ. ശ്രീധരൻപിള്ള സാറിനെ കാട്ടി മതസൗഹാർദ്ദമായ ഒരു വ്യക്തിയെ കാണാൻ പറ്റും. ക്ലിമിസ് തിരുമേനിയെ കാണുമ്പോൾ കാല് തൊട്ടുകൊടുന്ന ഒരു വ്യക്തിയാണ് കുമ്മനം ചേട്ടൻ. അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി. ഇപ്പോഴല്ല, 10 വർഷം മുമ്പ് സുരേഷ് ഗോപി ചേട്ടനും ഞാനും കൂടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ മനുഷ്യ ക്രിസ്മസ് ട്രീ. ഞാനായിരുന്നു ഹോസ്റ്റ്, ശോഭന ജോർജ് മാഡമായിരുന്നു അത് ഓർഗനൈസ് ചെയ്തത്, ശ്രീ സുരേഷ് ഗോപിയായിരുന്നു മുഖ്യ ഗസ്റ്റ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബഹുസ്വരതയുടെ ഒരു പാരമ്പര്യം. അല്ലെങ്കിൽ ഒരുപാട് കോൺഗ്രസിലെ ആൾക്കാർ എടുത്തു പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് അങ്ങനെ ബഹുസ്വരതയുടെ ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി BJP വേഴ്സസ് കോൺഗ്രസ് ആവരുത്. പകരം ജോർജ് കുര്യൻ സാർ ഇന്നലെ പറഞ്ഞത് നല്ലൊരു ടോണാണ്. നബിദിനവും വേണം, ഓണവും വേണം, ശ്രീകൃഷ്ണജയന്തിയും വേണം, ക്രിസ്മസും വേണം. പക്ഷേ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ആ ടോണിൽ സംസാരിച്ചിട്ടുണ്ടോ ഇപ്പോൾ V മുരളീധരനോ അല്ലെങ്കിൽ K സുരേന്ദ്രനെയോ പോലെയുള്ള ആളുകൾ? ഞാൻ ആരെയും കുറ്റം പറയാതൊരു കാര്യം പറയാം. ജോർജ് കുര്യൻ സാറിന്റെ ടോണാണ് കറക്റ്റ്. ബാക്കി പലരുടെയും ടോൺ കേൾക്കുമ്പോൾ ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് വിഷമമാവും എന്നുള്ളത് ഒരുപാട് ക്രിസ്ത്യൻ സുഹൃത്തുക്കളുള്ള നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഞാനൊക്കെ വിചാരിച്ചത് ശക്തമായി അപലപിക്കുമെന്നാണ്. ഇന്നലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ശ്രീ രാജശേഖരൻ അടക്കമുള്ളവർ അമൃത ന്യൂസിൽ സ്കൂളിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു. പിന്നീട് അത് ന്യായീകരിക്കുന്ന രീതിയിൽ വന്നു. നമ്മളൊക്കെ അപ്പൊ എന്റെ വീട്ടിലാണ്, പക്ഷെ മഞ്ജുശ്രീ കറിയായിരിക്കും, എന്റെ വീട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യേശു ക്രിസ്തുവിന്റെ മുഖമുള്ളത്, യേശു ക്രിസ്തുവിന്റെ ഫേസ് വാൾ പെയിന്റിംഗ്. പരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നാണ്. ജോർജ് കുര്യൻ സാറിന്റെ ടോൺ ആരുടെ ഭാഗത്തു നിന്ന് വന്നില്ലെങ്കിലും അത് തെറ്റാണ്. ജോർജ് കുര്യൻ സാർ അതിശക്തമായി അപലപിച്ചു. ഇത് ചെയ്ത യൂത്ത് കോൺഗ്രസിനെയും DYFI അഭിനന്ദിച്ചു. ഒരു നിന്നാസ്തുതി ആണെങ്കിൽ പോലും അഭിനന്ദിച്ചു. അവർ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. നബിദിനവും ക്രിസ്മസും വേണമെന്ന് പറഞ്ഞു. ഇതാണ് ഒരു മലയാളിയുടെ സ്വരം. ഇത് ജോർജ് കുര്യൻ സാർ പറഞ്ഞാലും നല്ലതാണ്, സേനാപതി വേണു സാർ പറഞ്ഞാലും നല്ലതാണ്, ഇനി ഉല്ലാസ് ബാബു സാർ പറഞ്ഞാലും നല്ലതാണ്. ആര് പറഞ്ഞാലും ആ ടോൺ വേണം. കാര്യം ആത്യന്തികമായി നമ്മളൊക്കെ ഈ രാഷ്ട്രീയമൊക്കെ ഇല്ലാതായാലും ഈ സമുദായങ്ങൾ ഇവിടെ നിലനിൽക്കട്ടെ. ശരിയാണ്. പക്ഷേ ശ്രീ സേനാപതി വേണുവിനും കോൺഗ്രസിനും അക്കാര്യത്തിൽ ആ രീതിയിൽ അതിനെ കാണാൻ പറ്റുകയില്ല. കാരണം അവിടെ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യം കൂടി അവർക്കുണ്ട്. ക്രൈസ്തവ സഭകളുമായി അടുക്കുന്നത് വഴി ക്രൈസ്തവ വിശ്വാസികളിലേക്കും കൂടി അടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിൽ പ്രത്യേകിച്ച് അത് കോൺഗ്രസിന് ദോഷം ചെയ്യുന്ന ഒരു ഘടകമാണ് ശ്രീ സേനാപതി വേണു. അവിടെ അത് രാഷ്ട്രീയം തന്നെയാണല്ലോ. കാരണം ഒലിച്ചു പോകുന്നത് കോൺഗ്രസിന്റെ എക്കാലത്തെയും വോട്ട് ബാങ്കുകളായിരിക്കുന്ന ഒരു സമുദായമാണ്. കേരള കോൺഗ്രസ് M പോയതിനു ശേഷം നിങ്ങളത് അനുഭവിച്ചു വരുന്നും ഉണ്ട്. അപ്പോൾ നിങ്ങളതിനെ ഒരിക്കലും അംഗീകരിക്കുകയില്ല. അതിനെ എതിർക്കേണ്ട എല്ലാ രീതിയിലും നിങ്ങൾ എതിർക്കുകയും ചെയ്യും. അതല്ലേ ശരിയായ കാര്യം? അത് മഞ്ജുഷ അതിനകത്തെ രാഷ്ട്രീയം. ഇവിടെ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ച പോലെ ഞാൻ ബഹുമാനായ ശ്രീ ഉല്ലാസ് ബാബു അതിൻ്റെ അകത്ത് മുഴുവൻ പറഞ്ഞത് രാഷ്ട്രീയമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നുകൂടി കടന്നു ചെന്നേ. അതായത് ഒരു ക്രിസ്തുമസ് ആഘോഷത്തിന് മുന്നോടിയായി ഒരുക്കിയിരിക്കുന്ന ഒരു പുൽക്കൂട് നശിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു സംഘടനയുടെ ആളുകൾ എത്തുന്നു എന്നുള്ള വലിയ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം. അതാണ് നമ്മൾ രാഷ്ട്രീയ അപലപിച്ച കാര്യവും പറയുന്നുണ്ട്. ശ്രീ ജോർജ് കുര്യന്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അദ്ദേഹം ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും തള്ളിപ്പറയുകയായിരുന്നു അത് ഏത് സംഘടനയായാലും എന്നാണ്. ആ ടോണിനെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ ജോർജ് കുര്യന്റെ വാക്കുകൾ കേട്ടതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളും കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഞങ്ങൾ സംശയിക്കുന്നത് സമീപകാലത്ത് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ചില ആളുകളാണോ ഈ പരിപാടി നടത്തിയിരിക്കുന്നതെന്നാണ്. ഈ പാർട്ടി BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളാണല്ലോ. ഇപ്പൊ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണ്, പക്ഷെ അദ്ദേഹം BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന വാക്കുകൾക്ക് താഴെയാണല്ലോ സംഘടനാ മര്യാദ എന്നതിൽ അദ്ദേഹം നിൽക്കുന്നത്. ഇവിടെ
എന്താ പറഞ്ഞ താമരശ്ശേരി ബിഷപ്പിനെ സന്ദർശിച്ച് സ്നേഹ സന്ദേശ യാത്രയും നടത്തി അവിടെ കേക്ക് വിതരണവും നടത്തിയിട്ട് വന്നിട്ടും കെ സുരേന്ദ്രനെ പോലുള്ള ആള് ഇപ്പോഴും, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് നേരം വെളുത്തില്ല എന്ന് വേറെ ഏതോ രാഷ്ട്രീയക്കാരൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ചില ആളുകൾ നടത്തിയിരിക്കുന്ന കുത്തിത്തിരിപ്പ് ആണ് എന്ന്. അവിടെയും അദ്ദേഹം രാഷ്ട്രീയമാണ് പറയുന്നത്. ഞങ്ങൾ ഇതിനകത്ത് ചോദിച്ച ഒരു ചോദ്യം, ഞാനത് രാഹുൽ ഈശ്വർ പറഞ്ഞതിനെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മളോടൊപ്പമുള്ള, അല്ലെങ്കിൽ ഇനിയിപ്പോ ഏത് സമുദായമാകട്ടെ, ഒരു സമുദായത്തിന്റെ ഒരാഘോഷത്തിന്റെ ഭാഗമായ ഒരു പ്രതീകം അത് നശിപ്പിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പിന്നെ ബംഗ്ലാദേശും നമ്മുടെ നാടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിടെ ഇതൊക്കെ തന്നെയല്ലായിരുന്നോ തുടങ്ങിയത്? അപ്പൊ ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മധ്യപ്രദേശില്, ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിലും, ഞാൻ ഒരു ഉദാഹരണം ഞാൻ അങ്ങയുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് തൊടുപുഴയ്ക്കടുത്ത് വെള്ളിയാമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഫാദർ ബിനോയ്, അദ്ദേഹം ബീഹാറിലെ ആറ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ ചെന്ന് സ്കൂൾ നടത്തുന്നയാളാണ്. അദ്ദേഹം അവിടുത്തെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകളുടെ സ്ഥലം മേടിച്ചു. ഒരാളുടെ സ്ഥലമാണ് മേടിച്ചത്. അദ്ദേഹം 2 മാസം ജയിലിലായിരുന്നു. കാരണം എന്താണെന്നറിയോ? ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സ്ഥലം കബളിപ്പിച്ച് മേടിച്ചു എന്ന കാരണത്താൽ SC/ST അട്രോസിറ്റി പ്രകാരം കേസെടുത്ത് അദ്ദേഹം സ്കൂൾ നടത്തുക എന്നുള്ള സദുദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഈ പുൽക്കൂട് നശിപ്പിച്ച സംഘടനയുടെ അവിടുത്തെ ആളുകൾ, ആ സംഘടനയുടെ ആളുകൾ ഇയാൾക്കെതിരെ കേസ് കൊടുത്ത് അയാൾ 2 മാസക്കാലം ജയിലിൽ കിടന്നു. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. തൊടുപുഴയ്ക്കടുത്ത് വെള്ളിയാമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ഫാദർ ബിനോയ്. അത് ഇപ്പൊ സ്ഥലത്തുണ്ടോ? ചിലപ്പോൾ ക്രിസ്മസിന് വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വാട്സാപ്പിലോ മറ്റോ പ്രതികരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വടക്കേ ഇന്ത്യയിൽ ഇപ്പൊ കരോള് തടയുന്നു, അതോടൊപ്പം ഘർ വാപ്പസി എന്ന്. അപ്പം ആരെങ്കിലും മതം മാറിയിട്ടുണ്ടെങ്കിൽ മതം മാറാനുള്ള കാരണം എന്താ എന്നുള്ളതൊക്കെ പരിശോധിച്ച് അത് തടയട്ടെ, അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ആതുരാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ അന്തേവാസികൾ അവർ നടത്തുന്ന കരോൾ ആഘോഷങ്ങളെ തടയുന്നു, പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നത് തടയുന്നു, ഈ ചെറിയ ചെറിയ രീതിയിൽ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഇല്ലായ്മ ചെയ്യുന്നു. അപ്പൊ വലിയ രീതിയിലുള്ള അസഹിഷ്ണുത വടക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും നടക്കുന്നു എന്നൊരു സത്യം, അത് യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോ സ്റ്റാൻസാമിയിലേക്കോ അല്ലെങ്കിൽ ഗ്രഹാം സ്റ്റെയിൻസിന്റെ പഴയ അതിലോട്ടൊന്നും. ശരി, ഞാനൊന്ന് ഉല്ലാസ് ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, 2 കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചു വന്നത്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് BJP ഇതിലൊന്നും നേരിട്ട് പങ്കാളിയല്ല, കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിപ്പോൾ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ സംഘപരിവാർ സംഘടനകളുടെ പങ്കാളിത്തം അതിൽ വരികയാണല്ലോ, കേരളത്തിലും അങ്ങനെ തന്നെ കണ്ടുവരികയാണ്. അപ്പോൾ BJPക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായി പോയിട്ടുണ്ടോ? അതിന്റെ മറുപടി BJP നൽകേണ്ടി വരുന്നു, ഇതാണോ? പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അപലപിക്കേണ്ട രീതിയിൽ അപലപിക്കുന്നില്ല എന്ന് ശ്രീ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം അതിൽ കാണിച്ച ആ ഒരു സംയമനവും അദ്ദേഹം അതിനെ അപലപിച്ച രീതിയും അത് മറ്റ് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകാത്തത് സംഘപരിവാർ സംഘടനകളുടെ വലയിൽ BJP വീഴുന്നത് കൊണ്ടല്ലേ? സഭാ നേതൃത്വം എന്തായാലും മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടാനും ക്രിസ്മസ് ആഘോഷിക്കാനും ഒക്കെ തയ്യാറാണ്. പക്ഷെ പൊതുസമൂഹത്തിൽ വന്നിരിക്കുന്ന സംശയമാണ് ഇവിടെ സേനാപതി ചൂണ്ടിക്കാണിച്ചത്. സമയം തരണം. ഒപ്പം തന്നെ മഞ്ജുഷ് പറഞ്ഞ കാര്യം തന്നെ ഒന്ന്, മഞ്ജുഷ് ഭായ് പറഞ്ഞ അതേ കാര്യം തന്നെ തിരിച്ചിട്ടാൽ മതി. എന്ന് പറഞ്ഞാൽ സഭാ നേതാക്കൾ ഇതുവരെ ഒരു തരത്തിലും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. ശരിയാണ്, ആ സഭാ നേതാക്കൾ പറഞ്ഞ കാര്യം തന്നെയാണ് കൃത്യമായിട്ട് സമൂഹം എടുക്കേണ്ടതും. കാരണം സഭാ നേതൃത്വത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം BJPക്ക് ഇതിനകത്ത് യാതൊരുവിധ പങ്കാളിത്തവുമില്ല, BJPയുടെ നിലപാടും ആ വിഷയത്തിലല്ല എന്ന്. പിന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ബഹുമാനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാർ പറഞ്ഞ വാക്കുകൾ കേട്ട നിങ്ങൾ, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അതേ ശൈലിയിലല്ല എന്ന്. അത് ചെവിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ആ ശൈലി മാറ്റം വരിക. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം കൃത്യമായി അപലപിക്കുന്ന വീഡിയോ ആണ് ഈ സംഭവം. കൃത്യമായിട്ട് അപലപിക്കുകയാണ്. ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ക്രൈസ്തവ സമൂഹവുമായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി BJP വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിഷ്ടമില്ലാത്ത ചില ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് കാര്യമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സംശയിക്കുന്നത് അദ്ദേഹം സംഘപരിവാർ സംഘടനകളെയാണോ അതോ വെളിയിൽ നിന്നുള്ളവരെയാണോ? സംശയിക്കുന്ന സംഘപരിവാർ സംഘടനകളെയാണോ വെളിയിൽ നിന്നുള്ളവരെയാണോ? അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞ
അല്ല, അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ കുറച്ചു കാലം മുൻപ് ഈ പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ള ആളുകളുടെ ഇതേപോലെയുള്ള ആളുകളെ കൂട്ടുപിടിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് ഞങ്ങളുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ, അതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ, പക്ഷെ അത് BHP-കാരാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല BHP അതിനെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സ്കൂളിനെതിരെ പോലും കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട് ഉല്ലാസ്. BHP ആണെന്നുള്ള കാര്യത്തിൽ അവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ, നിങ്ങളിപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. പല രാഷ്ട്രീയ പാർട്ടികളും, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി നേതാക്കന്മാരൊക്കെ പല വിഷയങ്ങളിലും അത് അനാവശ്യമായ വിഷയങ്ങളിൽ പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അത് പാർട്ടിയല്ലല്ലോ, വ്യക്തിയല്ല ഇടപെട്ടത് എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്. ഇവിടെ BJPക്ക് എന്താണ് ഇതിനകത്ത് റോള്? നിങ്ങൾ BJPയെ ചർച്ചയ്ക്ക് ക്ഷണിക്കും, നിങ്ങൾ എന്താ BHPയെ ചർച്ചയ്ക്ക് ക്ഷണിക്കാഞ്ഞത്? നിങ്ങൾ ഈ വിഷയത്തിൽ BJPയെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് BJP എന്ന് പറയുന്ന ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് BJPക്ക് ഇതിൽ പങ്കാളിത്തമില്ല. പക്ഷേ പരിവാർ സംഘടനകളെ തള്ളിപ്പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ക്രൈസ്തവ സഭയുമായിട്ടും ക്രൈസ്തവ വിശ്വാസികളുമായിട്ടും BJP അടുക്കുമ്പോൾ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണോ സംഘപരിവാർ സംഘടനകൾ എന്നാണ്. അതായിരുന്നു ചോദ്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, BJP ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആഘോഷങ്ങളെയും അന്നും ഇന്നും എന്നും ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടന തന്നെയാണ്. BJP ക്രൈസ്തവ സംഘടനയോട് അടുക്കുന്നത് തടയാൻ ഒരാളുകൾക്കും ഞങ്ങൾ ചോദ്യം ചോദിച്ചിട്ടില്ല. ഒരാൾക്കും അതിനകത്ത് അവകാശവുമില്ല, ഒരാളും അതിനകത്ത് കയറി വരാനും പോകുന്നില്ല. പിന്നെ ഇതിനകത്ത് BJPയെ ഒരു മൂലയ്ക്കിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചാ ശൈലികൾ ഇന്ന് മാധ്യമങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയാം. ആ വലിയ വിമർശനവുമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിലൂടെ, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, TV-യിൽ കാണുന്നില്ല, അതുകൊണ്ടാണ്. വലതുപക്ഷത്തിൻ്റെ സ്നേഹവും കാര്യങ്ങളും ഇപ്പം എന്തുകൊണ്ടാണ് BJPയും ഇവരൊരു ടാർജറ്റീവ് ശൈലിയിൽ നിർത്തുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായിട്ട് പറയാം. ഇവിടെ BJP വളരെ വ്യക്തമായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളെയും അംഗീകരിക്കുന്നു. ഇവിടെ ഉണ്ടായിട്ടുള്ള, കേരളത്തിലുണ്ടായിട്ടുള്ള ഈ വിഷയത്തെ BJP എല്ലാ ഓഫീസുകളിലും ക്രിസ്മസ് ആഘോഷം നടത്തുന്നുണ്ടല്ലോ. BJPയുടെ എല്ലാ പാർട്ടി ഓഫീസുകളിലും ഈ വിഷയം ഉണ്ടാകുന്നതിനേക്കാളൊക്കെ മുൻപ് തന്നെ BJP ക്രിസ്മസ് ആഘോഷം നടത്താൻ തീരുമാനിക്കുകയും BJPയുടെ എല്ലാ ഓഫീസുകളിലും പുൽക്കൂടുകൾ ഉണ്ടാക്കുകയും BJP എല്ലാ ക്രിസ്ത്യൻ സഹോദരന്മാരെ പോയി കാണാൻ തയ്യാറാവുകയും ബൂത്ത് തലത്തിൽ തന്നെ ക്രിസ്ത്യൻ സഹോദരന്മാരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറാവുകയും അതിനു വേണ്ടിയിട്ട് രംഗത്തിറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാണുകയില്ല. അത് നിങ്ങൾ കാണാത്തത് നിങ്ങളത് കാണണ്ട എന്ന് കരുതിയിട്ടാണ്. ജോമോൻ ആരക്കുഴ പറഞ്ഞത് ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നാണ്. ജോമോൻ ആരക്കുഴ പറഞ്ഞതിൽ രാഷ്ട്രീയമില്ല. അദ്ദേഹം സഭാ നേതൃത്വത്തെ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ സഭാ വിശ്വാസികളുടെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. സഭാ നേതൃത്വം, അത് ക്രൈസ്തവ സഭാ നേതൃത്വം, അത് വിശ്വാസത്തിന്റെ പേരിൽ, അവരുടെ സഹിഷ്ണുതയുടെ പേരിൽ, ക്ഷമയുടെ പേരിൽ അവർ ഇത്തരത്തിലുള്ള പരിപാടികളിൽ മറ്റാളുകളെ ക്ഷണിക്കാറുണ്ട്. അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ നരേന്ദ്രമോദിയെയും ക്ഷണിച്ചു. പക്ഷേ വിശ്വാസികൾക്ക് ആ ആശങ്കയുണ്ട് എന്നാണ്, അത് സഭാ നേതൃത്വത്തിനും അറിയാം. അതുകൊണ്ടാണ് അവർ അതിലുള്ള ആശങ്ക നേരിട്ട് പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ജോമോൻ ആരക്കുഴ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിനുള്ള മറുപടി ഇരട്ടത്താപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ തോന്നലുകളെ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട. ഈ ക്രിസ്ത്യൻ സമൂഹവുമായിട്ട് ഞങ്ങൾ ഇടപഴകി മുന്നോട്ട് പോകുന്ന യാഥാർത്ഥ്യം, ഞങ്ങളുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഞങ്ങൾ ഇന്നും ഇന്നലെയും ഇന്നും ഒക്കെ ആ സമൂഹം എന്ന് മാത്രമല്ല എല്ലാ സമൂഹവുമായിട്ടും, പിന്നെ വർഗീയവാദം കൊണ്ടുവരുന്ന ചില ന്യൂനപക്ഷ വർഗീയവാദ തീവ്രവാദ സ്വഭാവങ്ങളെ ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല. അത് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ കൃത്യമായ നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ ഒന്നും ഒരു തരത്തിലും ഒരു മതവിഭാഗത്തിൻ്റെയും ഒരു തരത്തിലുള്ള ആഘോഷങ്ങൾക്കും ഒരു തരത്തിലുള്ള വിശ്വാസങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. അവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. പക്ഷേ ഇവിടെ BJPയെ കോർണർ ചെയ്യപ്പെട്ട് ചർച്ചകളിൽ ഇരുത്തിക്കൊണ്ട് BJPയുടെ ഒരു സംവിധാനം ഇതിനകത്തുണ്ട്, ഒരു തലോടൽ ഇതിനകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു തീർക്കുന്നത് സമൂഹത്തിൽ രാഷ്ട്രീയ കൊയ്ത്ത് നടത്താനുമാണ്. ആ രാഷ്ട്രീയ കൊയ്ത്തിനു മുമ്പ് തള്ളിപ്പറയാൻ പറ്റുന്നില്ല. അതിൽ RSS ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് പരിവാർ സംഘടനകളുമുണ്ട്. ഇപ്പോൾ ബജ്രംഗ് ദളിന്റെ സ്വാധീനം, BHP അല്ലേ ഇവിടെ പാലക്കാട്ടെ. എന്താണ് മഞ്ജുഷ് വീണ്ടും ആ വിഷയം പറയുന്നത്? അധ്യക്ഷനല്ലേ BJPയുടെ കേരളത്തിലെ കൃത്യമായി വാക്ക്. ആ BJPയുടെ അധ്യക്ഷൻ കൃത്യമായി അതിനെ അപലപിച്ചുകൊണ്ട് കൃത്യമായി നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാത്തത്?
ബിജെപിയുടെ കേന്ദ്രമന്ത്രി കൃത്യമായി പറഞ്ഞില്ലേ, ബിജെപിയുടെ പ്രധാനമന്ത്രി, ബിജെപി പാർട്ടിയിലുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ പങ്കെടുത്ത ആഘോഷങ്ങളിൽ സംസാരിച്ച ഓരോ വാക്കുകളും നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ നിങ്ങൾക്കതൊന്നും കാണാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കതൊന്നും കോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കപ്പോ എന്താണ് പറഞ്ഞ വാക്കുകളുടെ ഘടനയും ശൈലിയും ആറ്റിറ്റ്യൂഡും ഞങ്ങൾക്കത് അങ്ങനെയാണ് തോന്നിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കഴിവ് കടന്നേ. അതൊന്നുമല്ല ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞ പോലെയൊന്നുമല്ല. അല്ല, സുരേന്ദ്രന്റെ വാക്കുകളിൽ പറയുന്നത് അല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയവർ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ പരിവാർ സംഘടനകളെ തള്ളിപ്പറയുന്നതല്ല. അത് കാണാൻ സാധിക്കും. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയ ആളുകൾ എന്ന് പറയുമ്പോൾ അത് പരിവാർ സംഘടനകളെ തള്ളിപ്പറയലല്ല, അതിന് സാധിക്കുകയുമില്ല. ബിജെപിക്ക് അതിന് സാധിക്കുകയില്ല. സംഘപരിവാർ സംഘടനകളെ തള്ളിപ്പറയാൻ പറ്റുന്നില്ല ബിജെപിക്ക്. ശരി, ശ്രീ ജോമോൻ ആരക്കുഴ, ഉല്ലാസ് ബാബുവിന്റെ വാക്കുകൾ താങ്കൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ പങ്കെടുത്തവരെ തള്ളി പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കെ സുരേന്ദ്രന്റെ പോസ്റ്റ് വളരെ കൃത്യമായിട്ട് കിട്ടുമല്ലോ. ഞാൻ വായിച്ചതാണ്. ബൈറ്റ് ഞാനിപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തു. ശ്രീ ജോമോൻ ആരക്കുഴ, താങ്കൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ബിജെപി കൃത്യമായിട്ട് പറയുന്നു ഈ സംഘപരിവാർ സംഘടനകൾ, അതായത് VHPയോ ബജറംഗ് ദളോ ആരാണെങ്കിലും അവർക്കെതിരെ നടപടി വേണമെന്ന്. അതിലെന്തുകൊണ്ട് ജോമോന് വിശ്വാസം വരുന്നില്ല? അത് നിങ്ങളുടെ മനസ്സിനേറ്റിട്ടുള്ള ദുഷ്ടാണ് മഞ്ജുഷേ. ശരി ജോമോൻ, നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ശരി ജോമോൻ, ഞാൻ കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു പോസ്റ്റ് വായിക്കാം. ക്രിസ്മസ് കരോൾ പാർട്ടി വിട്ടവരിൽ കേൾക്കൂ പാർട്ടി വിട്ടവരിൽ ചിലരെന്ന് സംശയം. അതിനുശേഷം പിന്നീട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ. നേരത്തെ പാർട്ടി വിട്ടവരിൽ ചിലരാണോ പിന്നിലെന്ന് സംശയിക്കുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ സംഘപരിവാറിൻ്റെയോ ഉത്തരവാദിത്തപ്പെട്ട ആരും പാലക്കാട് കരോൾ തടയാൻ ഉണ്ടായിട്ടില്ലെന്നും സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചരാനി പിതാവിനെ കണ്ടതിന് ശേഷം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇവിടെ കെ സുരേന്ദ്രൻ വ്യക്തമായിട്ടും ഈ പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിനെയും ഈ മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റൊരു സംഘടനയെയും ഉറപ്പായിട്ടും അദ്ദേഹം തള്ളി പറയേണ്ടതാണ്. ജോർജ് കുര്യൻ സാറ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം. ഇനി ആരാണ് കുറ്റക്കാർ? ആ കുറ്റക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവർ വിശ്വഹിന്ദിൻ്റെ ആൾക്കാരാണെങ്കിൽ, അവർ മറ്റ് ഈ BJP അനുഭാവ സംഘടനകളുടെ ആൾക്കാരാണെങ്കിൽ വ്യക്തമായിട്ടും BJP നേതൃത്വം അവരെ തള്ളി പറയേണ്ടതാണ്. ഇവിടെ എനിക്ക് ആവർത്തിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾ പോലും ആയിട്ടില്ല, 2 ആഴ്ചകളെ ആയിട്ടുള്ളൂ, റോമിൽ വെച്ച് ജോർജ് കൂവക്കാട്ട് പിതാവിൻ്റെ കർദിനാൾ ആ ഒരു പദവിയുടെ ചടങ്ങുകൾ നടന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് ജോർജ് കുര്യൻ സാർ സഹിതം എത്രയോ പേരാണ് അവിടെ പങ്കെടുത്തത്. മാർപ്പാപ്പയോടൊപ്പം വേദികൾ പങ്കിട്ട് ഒരുമിച്ചിരുന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇവിടെ എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ക്രൈസ്തവരോട് മനോഭാവം ഒരു വശത്ത് കാണിക്കുകയും അങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുകയും എല്ലാ തരത്തിലും അവരെ ക്രൈസ്തവരോടൊപ്പമാണ് എന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ട് ഒരു കേവലം ക്രൈസ്തവരുടെ ഒരു ചെറിയ പുൽക്കൂട്, ഞാൻ കേവലം ഒരു വാക്കുപയോഗിച്ച് അതിനെ താഴ്ത്തുകയല്ല, കാരണം ഒരു കൊച്ചു പുൽക്കൂടിനെ പോലും അത് നമുക്കറിയാം ലോകത്ത് എവിടെയും ക്രിസ്തുമസിന് പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ പുൽക്കൂടിനെ പോലും അതിനെ തലോടാൻ ഈ പറയുന്ന നമ്മുടെ സാക്ഷര കേരളത്തിലെ ഈ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അനുഭാവികളുടെ സംഘടനകൾക്ക് അത് സാധിക്കുന്നില്ലെങ്കിൽ ഇവർ എവിടെയാണ് ഈ ക്രൈസ്തവരെ? പക്ഷെ അത് വ്യക്തമായിട്ട് ഉല്ലാസ് ബാബു പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഉല്ലാസ് ബാബു പറയുന്ന ഇതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് അപലപിക്കേണ്ടത് എന്നാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ചൂടായിട്ട് പോലും സംസാരിച്ചത്, ഇതിനപ്പുറത്തേക്ക് എങ്ങനെ അപലപിക്കണം എന്ന്. അല്ല, ഈ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ അപലപിക്കേണ്ടയാൾ യഥാർത്ഥത്തിൽ അപലപിച്ചിട്ടില്ല. ഞാൻ ഉല്ലാസ് ബാബു വിശ്വാസികളുടെ പ്രതിനിധികളാണ്, അതിനുള്ള മറുപടി ഉല്ലാസ്. അല്ല, അദ്ദേഹം പറഞ്ഞു അപലപിക്കേണ്ട ആളുകൾ അപലപിച്ചിട്ടില്ല എന്ന്. അതായത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സംഘടനകളെ തള്ളിപ്പറയാൻ അപലപിക്കേണ്ട ആളുകൾ അപലപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്.
അദ്ദേഹത്തിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തോന്നിയത് എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിനോട് ആ അടിസ്ഥാനം ഈ ചർച്ച കഴിഞ്ഞാൽ ഫോണിൽ നേരിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വിഷയത്തിൽ അദ്ദേഹവുമായി സംസാരിക്കാം എന്ന് ഈ ന്യൂസിൽ മുമ്പ് ഞാൻ കൃത്യമായി പറഞ്ഞു. മഞ്ജുഷ് ഭായി കെ സുരേന്ദ്രന്റെ ഒന്ന് പറയട്ടെ അല്ല ഷുവർ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായ ശ്രീ കെ സുരേന്ദ്രന്റെ പോസ്റ്റിൽ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തവും വൃത്തിയുമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ശക്തമായി അതിനെ അപലപിക്കുന്നു എന്നുള്ളത്. മാത്രവുമല്ല, ഇതിന്റെ പിറകെ പ്രവർത്തിച്ച ശക്തികളിൽ ഇന്ന വ്യക്തികളുണ്ടോ എന്ന് സംശയിക്കുന്നത് സ്വാഭാവികമല്ലേ. അതിന്റെ പുറകിൽ ഉണ്ട് അല്ലെങ്കിൽ അതിന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് കെ സുരേന്ദ്രന് പറയണ്ടേ? അതിന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ ഞങ്ങൾ സംശയിക്കുന്നു. സ്വാഭാവികമാണ്, അതിന് ഗൂഢാലോചന നടന്നിട്ടുണ്ടാകുമല്ലോ. ആ വ്യക്തികളെ പരിപൂർണമായിട്ടും തള്ളിപ്പറയുന്നു. മാത്രവുമല്ല, ആ വ്യക്തികൾക്ക് നേരെ കൃത്യമായി നടപടിയെടുക്കണമെന്ന് പറയുന്നു. BJPയുമായി പുലബന്ധമില്ലെന്ന് ഉറപ്പായിട്ട് പറയുന്നു. ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഈ പാർട്ടിയിൽ അവർ ഉണ്ടാവില്ലെന്ന് പറയപ്പെടുന്നു. ഇതിനു മുൻപ് ഈ പാർട്ടിയിൽ ഇരുന്ന ക്രൈസ്തവ പിതാക്കന്മാരോട് മോശമായി പെരുമാറിയ വാക്കിൽ വിത്തൗട്ട് എനി ഡിലേ വിത്തിൻ സെക്കൻഡ്സ് അദ്ദേഹത്തെ പുറത്താക്കിയ ചരിത്രവും അദ്ദേഹം പറയുന്നു. ഇത്ര കൃത്യമായിട്ട് ഈ വിഷയത്തിൽ അവതരിപ്പിച്ചിട്ടും അത് അങ്ങനെയായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയായിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയാണ്? പക്ഷെ അത് കഴിഞ്ഞും ഈ BHP നേതാക്കൾ ഇവിടെ വന്നിട്ട് ഇതിനെ ന്യായീകരിക്കുന്നതും കണ്ടു. അല്ലല്ല ഉല്ലാസ്, BJPയുമായി കൂട്ടിക്കെട്ടണ്ട എന്ന് പറയുമ്പോൾ ഈ BHP നേതാക്കൾ, BHPയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ കണ്ടു. അവിടെ സ്കൂളിനെതിരെ കേസെടുക്കണം എന്നുള്ള അഭിപ്രായ പ്രകടനം പോലും BHPയിൽ നിന്നുണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിനുശേഷവും ഇത് പറ്റില്ല ഇവിടെ എന്ന് പറയുവാനായിട്ട് BJPക്ക് കഴിയുന്നില്ല. അല്ലല്ല അത് കഴിയുന്നില്ല. അത് BJPയുടെയാന്ന് പറഞ്ഞിട്ടില്ല. അല്ല, BJPക്ക് പങ്കാളിത്തപ്പെടുന്നു പറഞ്ഞില്ലെന്നേ. താങ്കൾ അപലപിച്ച കാര്യം പറഞ്ഞതുകൊണ്ടാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ന്യായീകരിച്ചിട്ടുണ്ടോ? അല്ല, ന്യായീകരിക്കുമല്ലോ. അല്ലല്ല, ഞാൻ BJPക്ക് നേരിട്ട് പങ്കാളിത്തപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. BJP അവിടെയാണ് മഞ്ജുഷ് ഭായ് സൂത്രം നിങ്ങളെക്കാൾ കൂടുതൽ സൂത്രമൊക്കെ BJPക്ക് അതിൽ പങ്കാളിത്തില്ല. നേരിട്ടുമില്ല പിന്നിലുമില്ല മുന്നിലുമില്ല. BJPക്ക് ഈ വിഷയത്തിൽ ഒരു പങ്കാളിത്തവുമില്ല. BJP ക്രിസ്ത്യൻ സഹോദരന്മാർക്കുണ്ടായ ഈ വിഷയത്തിൽ പക്ഷേ പരിവാർ സംഘടനകൾ നിങ്ങളെ വെട്ടിലാക്കുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ സംഭവിക്കുന്ന കാര്യം വ്യക്തമാണല്ലോ. ക്രൈസ്തവ സമൂഹമായിട്ട് BJP അടുക്കാൻ ശ്രമിക്കുന്നു. തിരിച്ചിങ്ങോട്ടും സഭാ നേതൃത്വം അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് കേന്ദ്ര സർക്കാരുമായി അടുത്ത് നിൽക്കേണ്ട പല ആവശ്യങ്ങളും വരും. സഭാ നേതൃത്വത്തിന് മോദിയോട് ഒരു എതിർപ്പുമില്ല. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് പരിവാർ സംഘടനകൾ ഇടയ്ക്ക് എന്തെങ്കിലും വിഷയമായിട്ട് വരും, അതിൽ BJP പ്രതിരോധത്തിലാകും. പരിവാർ സംഘടനകളെ തള്ളിപ്പറയുവാൻ BJPക്ക് കഴിയുന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ ഈ ഉല്ലാസ് ബാബു പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ, ഒരു ധാര അവരിലുള്ളത് കുറച്ച് കടുപ്പമേറിയ നിലപാടുകൾ എന്നും എടുക്കുന്ന ഒരു ധാര അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാം. അതായത് ഗാന്ധിജിയുടെ കാലത്ത് തന്നെ ഗുരുജി ഗോൾവൽക്കർ പറയുന്ന ഒരു കാര്യമുണ്ട്. മഹാത്മാഗാന്ധിയെ എതിർത്തതിന് ഞാൻ ചില ആൾക്കാരെ RSSൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതായത് അന്നത്തെ കാലമാണ്, സ്വാതന്ത്ര്യത്തിന്റെ കാലത്ത് പോലും ഗുരുജി ഗോൾവൽക്കർ പറയുന്നുണ്ട്, ഗാന്ധിജിയെ മോശമായി സംസാരിച്ചുകൊണ്ട് ഞാൻ ചില ആൾക്കാരെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നും ഒരു തീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തീവ്ര ഇസ്ലാമിസം ഉണ്ട്, തീവ്ര ക്രിസ്ത്യൻ കൺവേർഷൻസും ഉണ്ട്, എല്ലാ സമുദായങ്ങളിലും ഉണ്ട്. അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വവാദവും അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസവും എല്ലാ സമുദായങ്ങളിലും ഉള്ളതുപോലെ വ്യത്യസ്ത പാർട്ടികളിൽ പലപ്പോഴും ഉണ്ട്. ജോർജ് കുര്യൻ സാർ കാണിച്ച ആർജവം എല്ലാവരും കാണിക്കുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി, അദ്ദേഹത്തിന് ഈ തീവ്ര ഹിന്ദുത്വവാദികളിൽ നിന്ന് ശക്തമായ വിമർശനം കേട്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, എല്ലാ എല്ലാ പള്ളിയുടെയും താഴെ പോയി നിങ്ങൾ ശിവലിംഗം തരേണ്ട കാര്യമില്ല, ഇത് മോശമാണ്. ചില ആൾക്കാർ നേതാവ് കളിക്കാൻ ശ്രമിക്കുകയാണ്. ഓർക്കണം, RSSന്റെ പൂജനീയ സർസംഘചാലകാണ് പറയുന്നത്, രാമക്ഷേത്രം പോലെ ബാക്കി അമ്പലങ്ങളുടെയും പള്ളികളുടെയും പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് ചില ആൾക്കാർ നേതാവ് കളിക്കാൻ ശ്രമിക്കുകയാണ്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് മാറ്റണമെന്ന് ശക്തമായി ഈ വലതുപക്ഷത്തിന്റെ ഒരു തീവ്ര സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർ, നമ്മുടെ സായി ദീപകിനെ പോലെ എന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആനന്ദ് രംഗനാഥനോ ഒക്കെ ശക്തമായി ആക്രമിച്ചിട്ടും ഒരു മധ്യ ഗ്രൗണ്ട് പിടിക്കാനാണ് മോദിജിയും സർസംഘചാലകും ഒക്കെ നോക്കുന്നത്. അതുകൊണ്ടാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ആക്കാത്തത്. ഈ ഒരു കാര്യം കൂടെ ഉണ്ട്. പലർക്കും ക്രിസ്ത്യൻ സമൂഹത്തെ കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ അധികാരത്തിൽ വരുന്നവരോടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമല്ലോ. ദീപിക എല്ലാ ദിവസവും എന്റെ വീട്ടിൽ പത്രം വരാറുണ്ട്. കഴിഞ്ഞ ആഴ്ച കൂടെയാണ് ദീപിക പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ കുറിച്ച് അതിശക്തമായി സപ്പോർട്ട് ചെയ്ത് മുസ്ലിം സമൂഹത്തെ സപ്പോർട്ട് ചെയ്ത് ഒരു എഡിറ്റോറിയൽ എഴുതി. ബാലൻസ് ചെയ്യാൻ പോലും ഒരു വഖഫ് എന്ന വാക്ക് അതിൽ ഉപയോഗിച്ചില്ല.
വെറുതെ ഭംഗിക്ക് വേണ്ടി വക്കഫും കൂടി ഇരിക്കട്ടെ എന്ന് ഒരു ചേർത്തില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ മത നേതൃത്വം, ആത്മീയ നേതൃത്വം ഇന്നും തത്വാധിഷ്ഠിതമായ നിലപാടാണ് എടുക്കുന്നത്. അത് ഇന്ന് കേരളത്തെ കണ്ടത് ജോർജ് കുര്യൻ സാറിലാണ്. വളരെ തത്വാധിഷ്ഠിതമായി. പക്ഷെ ഉല്ലാസ് ബാബു സമ്മതിച്ചിട്ടില്ല. രാഹുൽ താങ്കൾ പറഞ്ഞതിനെയും ഉല്ലാസ് ബാബു നിഷേധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. അത് ഇനി ഏത് വാക്കുകൾ കൊണ്ട് അപലപിക്കണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, അവിടെയാണ് ഒറ്റ കാര്യം സന്ദീപ് വാര്യരാണ് പറയുന്നതെന്നാണ് പലപ്പോഴും കേൾക്കുമ്പോൾ തോന്നുന്നത്. അതായത് സന്ദീപ് വാര്യർ, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു തിയറി ഉണ്ട്, സന്ദീപ് വാര്യർ ചില ആൾക്കാരും കൂടെ ചേർന്നാണെന്നൊക്കെ. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ സത്യസന്ധമായിട്ട്. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ശ്രീധരൻപിള്ള സാർ അല്ലെങ്കിൽ കുമ്മനം ചേട്ടൻ. ഇപ്പൊ ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പൊ വാവര് പള്ളി ഇല്ലാന്ന് ഒരു വിഭാഗം പരിവാർ സംഘടനകളിലെ ഒരു വിഭാഗം പറയുന്നുണ്ട്. വാവരല്ല, വാവൂരിനാണ്. ഇതൊരിക്കലും ശ്രീ കുമ്മനം രാജശേഖരൻ പറയില്ല. കാര്യം കുമ്മനം ചേട്ടൻ വാവരുടെ ആൾക്കാരെ ആദരിക്കുന്ന പരിപാടിക്ക് ഗസ്റ്റായി പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം വാവരല്ല, വാവൂരിനാണെന്ന് പറഞ്ഞ ഒരു തീവ്ര ഹിന്ദുത്വ ലൈൻ എടുക്കുന്നവർ വേണ്ടാന്ന് സർസംഘചാലക് ദേശീയ തലത്തിൽ തെളിപ്പറഞ്ഞത് മാതൃകയാക്കണം. അതായത് ഈ ഭരണം ഉള്ളപ്പം പരമാവധി പള്ളികൾ തകർക്കാനും അമ്പലങ്ങൾ പിടിക്കാനും ആംഗിളുള്ള ചില ആൾക്കാരുണ്ട്. അവരോട് അങ്ങനെയാണ് രാഹുൽ താങ്കൾ പറഞ്ഞു വരുന്നത്. ഡിവൈഎഫ്ഐ ഏത് രീതിയിലാണോ ആ സ്കൂളിന് മുൻപിൽ സ്നേഹക്കരോൾ നടത്തിയത്, അതുപോലെ BJP ഇറങ്ങണമെന്നാണോ? അല്ല, ഐഡിയലി എന്റെ അഭിപ്രായത്തിൽ ഇന്ന് കുരിശി ഗോൾവൽക്കറോ അല്ലെങ്കിൽ പൂജനീയ സർസംഘചാലകോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുമ്മനം ചേട്ടനോ ശ്രീധരൻപിള്ള സാറോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സ്കൂളിലേക്ക് പോയി അവിടെ ഒരു ക്രിസ്മസ് കരോളിൽ അവർ പങ്കെടുക്കുമായിരുന്നതാണ് എന്റെ വിശ്വാസം. കാരണം ക്ലിമിസ് തിരുമേനിയെ കാണുമ്പോൾ കാല് തൊട്ടു നിന്ന ആളാണ് കുമ്മനം ചേട്ടൻ. ഓർക്കണം, ക്ലിമിസ് തിരുമേനി അത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല. താങ്കൾ കെ സുരേന്ദ്രൻ വെച്ചതാണല്ലോ. കെ സുരേന്ദ്രനെ അല്ലല്ല, കെ സുരേന്ദ്രൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നാണല്ലോ താങ്കൾ അർത്ഥമാക്കുന്നത്. അങ്ങനെയല്ല, ഇത് രാഷ്ട്രീയത്തിന് വേണ്ടി എന്നല്ല പറയുന്നത്. ശ്രീ കുമ്മനം രാജശേഖരന്റെ മാതൃകയാണ് മഹത്തരം. കാര്യം അദ്ദേഹം രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല. ശരി, ഉല്ലാസ് ബാബു, ശ്രീ ഉല്ലാസ് ബാബു. ആദ്യം തന്നെ മഞ്ജുഷ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ. മഞ്ജുഷ പറഞ്ഞു ഉല്ലാസ് ബാബു കൂടി രാഹുൽജി പറഞ്ഞ കാര്യത്തിന് എതിർത്ത് പറയുന്നു. അതായത് ബഹുമാനായ ശ്രീ ജോർജ് കുര്യൻ സാർ പറഞ്ഞ ശൈലി, ബഹുമാനായ ശ്രീ ജോർജ് കുര്യൻ സാർ പറഞ്ഞതും ബഹുമാനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ അവർ പറഞ്ഞതും ഒരേ സംഭവം തന്നെയാണ്. അദ്ദേഹം ബഹുമാനായ ശ്രീ ജോർജ് കുര്യൻ സാർ സെൻട്രൽ മിനിസ്റ്റർ, അദ്ദേഹം കൃത്യമായി തന്നെ ആ വിഷയത്തിൽ പറഞ്ഞു. ബഹുമാനായ ശ്രീ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ഓഫ് BJP കേരള വളരെ കൃത്യമായി തന്നെ ആ വിഷയത്തിൽ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞത് മാത്രം കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആ വണ്ടി നേരെ സുരേന്ദ്രേട്ടൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ സുരേന്ദ്രന്റെ നെഞ്ചത്തിലേക്ക് ഓടിക്കുക എന്ന് പറയുന്ന ഒരു സൂത്രക്കെട്ടാണ്. ആ സൂത്രക്കെട്ടിനും നിന്ന് തരാൻ ഞങ്ങളില്ല. മഞ്ജുഷിനോടൊരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. മഞ്ജുഷ് ഈ ചർച്ചയിൽ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം നടത്തി, അതൊരിക്കലും ചെയ്യാൻ പാടാത്തതാണ്. BJPക്ക് നേരിട്ട് ഇതിൽ ബന്ധമില്ല എന്ന് എനിക്കറിയാമെന്ന്. പിന്നെ സൈഡ് കൂടെ പിന്നിക്കൂടെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ എവിടെയെങ്കിലും ബന്ധമുണ്ടെന്ന് മഞ്ജുഷിന് തോന്നിയോ? BJP സംഘടന ഏതെങ്കിലും തരത്തിൽ ഇത് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയോ? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശൈലിയിലായാലും നിങ്ങളങ്ങ് തീരുമാനിക്കുന്നതല്ലേ ഇവിടെ നടപ്പിലാക്കുന്നത്. ആ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള സംഘടനയെ ടാർഗറ്റ് ചെയ്യുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അല്ല, BJP സ്നേഹക്കരോളെന്നല്ല, BJP സ്നേഹ കൃത്യമായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് ഈ ഒരു മാസത്തോളമായിട്ട് ഞങ്ങൾ എല്ലാ ക്രിസ്ത്യൻ സമൂഹത്തിനകത്തും ക്രിസ്ത്യൻ പിതാക്കന്മാരുടെ അടുത്തും എല്ലാ കുടുംബങ്ങളിലും എത്തി ഞങ്ങൾ അവരുമായി കേക്ക് മുറിച്ച് അവർക്ക് സ്നേഹ സന്ദേശം കൈമാറി മുന്നോട്ട് പോകുന്നത്. എന്താണ് ബഹുമാനനായിട്ടുള്ള ശ്രീ മഞ്ജുഷിന് കാണാൻ സാധിക്കാത്തത്? അതെന്താ മഞ്ജുഷിന് കാണുന്നില്ലേ? അത് BJPയുടെ നല്ല പ്രവർത്തനമല്ലേ? ആ BJP ആ വിഭാഗത്തെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അതിന് ഒരു ഘടകം എന്ന് പറയുന്നത്, ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. പരിവാർ സംഘടനകൾ നടത്തുന്ന ഈ അതിക്രമം, അതിനെ BJP എതിർക്കേണ്ടത് ഇവിടെ ആ സ്കൂളിന് മുന്നിൽ ഒരു സ്നേഹക്കരോൾ നടത്തുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ഇരട്ടത്താപ്പല്ല എന്ന് പറയുവാൻ കഴിയുമായിരുന്നു. അവിടെ BJP പ്രതിരോധത്തിലാവുമായിരുന്നില്ല. അപ്പോൾ BJPക്ക് നേരിട്ട് ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഒരു സംശയത്തിന് ഇലമെന്റ് അവിടെ വരില്ലായിരുന്നു. അവിടെ BJP വിട്ടുപോയ ആളുകളോ മറ്റുള്ളവരോ ഒക്കെ നടത്തിയ ഒരു അതിക്രമം എന്ന് വരുമായിരുന്നു. പക്ഷേ BJP ഒരു സ്നേഹക്കാരോളോ ഒരു സ്നേഹ സന്ദേശമോ നൽകിയില്ല. ക്രിസ്ത്യൻ സമൂഹത്തിനോടൊപ്പം നിൽക്കുന്നതും ഒരു സ്കൂളിന്റെ മുന്നിലല്ല മഞ്ജുഷേത്, അത് കേരളത്തിൽ മൊത്തമാണ്, ഇന്ത്യയിൽ മൊത്തമാണ് BJP സ്നേഹ സന്ദേശം. ശരി, ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനുണ്ടോ? ശ്രീ ജോമോൻ, ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് ഒരുമിച്ച് നിൽക്കുന്നത് നിങ്ങൾ അതൊരു സ്കൂളിന്റെ മുന്നിൽ മാത്രം നടത്തുന്നത്. കോഴിക്കോട് ഗോഡ്സെ അംഗീകരിച്ച പ്രൊഫസർ
പരാമർശം നടത്തിയപ്പോൾ അവിടെ ABVP-യിലെ പിള്ളേർ ഗോഡ്സെയുടെ പോസ്റ്റർ കത്തിക്കുകയും ഗോഡ്സെ രാജ്യദ്രോഹിയാണെന്ന് നിലപാടെടുക്കുകയും ചെയ്തു. ദേശീയ മാധ്യമങ്ങൾ വരെ അതിശക്തമായ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തതാണ്. ആ ആർജവമാണ് വേണ്ടത്. അതായത് അവിടെയും ഇവിടെയല്ല, ABVP-യിലെ നമ്മുടെ ബ്രില്യന്റായ യങ്സ്റ്റേഴ്സ് ചെയ്തതാണ്. കോഴിക്കോട് ഓർമ്മയാണ്, ഒരു സ്ത്രീ ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചു എന്ന് ഒരു NIT-യിലെ പ്രൊഫസർ പറഞ്ഞപ്പോൾ അവിടെ ABVP-ക്കാർ ചെന്ന് ഗോഡ്സെയുടെ ചിത്രം വലിച്ചു കീറുകയും ഗോഡ്സെയുടെ ചിത്രം കത്തിക്കുകയും ഗോഡ്സെ രാജ്യദ്രോഹിയാണ് എന്ന നിലപാടെടുക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യം കുറെ കൂടെ മെച്ചമാവും. ശരി, ജോമോൻ അവസാനമായി ജോമോൻ. എനിക്ക് BJP-യുടെ സുഹൃത്ത് ഉല്ലാസ് സംസാരിച്ച കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഇവിടെ സുരേന്ദ്രൻ സാറിന് വിശ്വ ഹിന്ദു പരിഷത്തിനെ തള്ളിപ്പറയാൻ സാധിക്കുമോ? സംയോജകനെ തള്ളിപ്പറയാൻ സാധിക്കുമോ? BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ പറയുന്ന രണ്ട് സംഘടനകളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ക്രൈസ്തവരോടുള്ള BJP-യുടെ സ്നേഹം നാടകമോ? അതേ എന്ന് 66% പ്രേക്ഷകർ, അല്ല എന്ന് 31%. അവസാനിക്കുന്നു. നന്ദി.